സ്വാഗതം ചതുരംഗത്തിലേക്ക്. ഇത്തവണ ഏറെ സമകാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ചതുരംഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അത് കൃഷിയെ സംബന്ധിച്ചാണ്. ഒട്ടേറെ പരാതികൾ സമീപ നാളുകളിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. പലരും കൃഷി വിട്ട് മറ്റു മേഖലകളിലേക്ക് തിരിയുന്നു. പുതുതലമുറയിലെ പലരും കൃഷിയോട് ആഭിമുഖ്യമുള്ളവരല്ല. എന്നിങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൃഷിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും അനുയോജ്യരായ 3 വ്യക്തികളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാന തലത്തിനപ്പുറം വിട്ട് ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കാവുന്ന വ്യക്തികളെ, ഒരു മുഖവുരയുടെയും ആവശ്യമില്ലാത്ത മുൻ കൃഷിമന്ത്രി ശ്രീ VS സുനിൽകുമാർ. അദ്ദേഹം കൃഷിമന്ത്രി ആയതിനു ശേഷം കൃഷി തുടങ്ങിയ വ്യക്തിയല്ല. അതിനു മുമ്പേ കൃഷിയോട് ആഭിമുഖ്യമുള്ള, ഏറെ കൃഷി നടത്തുന്ന, മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിന് ശേഷവും ആ കൃഷി തുടരുന്ന, ആ കൃഷിയിൽ ഒട്ടേറെ പുതുമകൾ, വിപ്ലവങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തിയാണ്. വളരെ ഹൃദയപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ശ്രീ VS സുനിൽകുമാറിനെ. മറ്റൊരു വ്യക്തി ഡോക്ടർ ഗിന്നസ് സുധീഷ് ഗുരുവായൂരാണ്. അദ്ദേഹം കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതനാണ്. അതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ കർമ്മ മേഖല വിദേശത്താണ്. ദുബായിൽ 5.5 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്ത് അവിടുത്തെ സർക്കാരിനെ വരെ ഞെട്ടിച്ച ആ വ്യക്തി തൃശ്ശൂർ ജില്ലയുടെ അഭിമാനമാണ്. ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം TCയുടെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ വടക്കുംചേരി. അദ്ദേഹം കൈപ്പറമ്പ് എടക്കളത്തൂർ സ്വദേശിയാണ്. പല കർഷകരുണ്ടെങ്കിലും ചില കർഷകരുടെ പേരുകൾ മാത്രം ഉയർന്നു കേൾക്കുമ്പോൾ അതിലൊരു പ്രത്യേകതയുണ്ടാകും. അദ്ദേഹം പല കൃഷി രീതികൾ പുതിയതായി നടപ്പാക്കി വിജയിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൽ നിന്ന് സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ പോലും കൃഷി രീതിയെ കുറിച്ച് പഠിക്കാനെത്തുന്നു. പല പുതിയ വിളകൾ ഉണ്ടാക്കിയെടുക്കുന്നു. ആ വിളകളുടെ പരിപാലനവും എല്ലാമായി അദ്ദേഹം സജീവമാണ് ഈ രംഗത്ത്. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ ഉണ്ണികൃഷ്ണൻ വടക്കുംചേരി. ആദ്യം സുനിച്ചേട്ടനിൽ നിന്ന് തന്നെ തുടങ്ങാം. കൃഷിമന്ത്രിയായിരുന്ന സമയത്ത് എന്തെല്ലാം ചെയ്തിരുന്നു എന്നുള്ളത് നേരിട്ടറിഞ്ഞിരുന്ന വ്യക്തികളാണ് ഞങ്ങൾ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജില്ലക്കാരനായ മന്ത്രി കൂടിയാണല്ലോ. പക്ഷെ സമീപ നാളുകളിൽ കേൾക്കുന്നത് കുറെ പരാതികളാണ്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അറിയില്ല. തെങ്ങിൻ തൈ കൊണ്ടുപോയി കർഷകന്റെ വീട്ടുവളപ്പിൽ കുഴിച്ചിടാൻ കൃഷി വകുപ്പില് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പോലും ഇങ്ങോട്ട് വേണ്ട എന്ന് പറയുന്ന ഒരു രീതി. കർഷകർക്ക് പലപ്പോഴും കുന്നംകുളം മേഖലയിൽ നിന്നൊക്കെ ധാരാളം വാർത്തകൾ വരുന്നുണ്ട്. ബണ്ട് പൊട്ടി വെള്ളം തടയുന്നില്ല, അവർക്ക് വേണ്ട സാഹചര്യം കിട്ടുന്നില്ല, ചിലർ വിളകൾ നശിപ്പിച്ച്, സ്വന്തം വിളകൾ നശിപ്പിച്ച് കളയുന്നു, ആരും സഹായിക്കാനില്ലാതെ. ചിലർ കൃഷി ഉപേക്ഷിക്കുന്നു. എവിടെയാണ് നമുക്ക് കളിക്കുന്നത്? കൃഷി എന്ന് പറയുന്നത് ഈ നിരവധി ഘടകങ്ങൾ ഒരുമിച്ച് സഹകരിച്ച് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നെൽകൃഷി എന്ന് പറയുമ്പോൾ കൃഷി വകുപ്പ് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെയുള്ള വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും കർഷകരിലേക്ക് അത് കോർഡിനേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാലാണ് കർഷകർക്ക് സംതൃപ്തമായ രീതിയിൽ അവരുടെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കോൾ മേഖലയുള്ള പ്രദേശമായതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ഡാം തുറക്കുന്നത്, വെള്ളം തടയുന്നത്, ഇതൊക്കെ കൃത്യമായ ആ സമയങ്ങളൊക്കെ പാലിക്കാൻ പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കഴിയണം. പാടശേഖര സമിതികൾ ഇവരും ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, KLDC, കൃഷി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വിവിധ ഏജൻസികൾ, ഈ ഒരു കോർഡിനേഷനിൽ എവിടെയെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നെല്ല് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ നെല്ല് എടുക്കാൻ പ്രശ്നം, എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ട്, ഇപ്പോൾ ബാങ്കുകളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എവിടെയൊക്കെ തകരാറ് സംഭവിച്ചാലും അത് ഒരു മേഖലയിലാണ് അത് ബാധിക്കുന്നത്, കൃഷിക്കാരുടെ മേഖല. അപ്പോൾ ഏതെങ്കിലും ഒരു മേഖല കൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നേരെ കൃഷിക്കാരനെ ബാധിക്കും. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ചെയ്ത് വന്നാൽ തന്നെ അത് അടിയന്തരമായി അത് പരിഹരിക്കും. അപ്പോൾ കൃഷിക്കാരെ പ്രശ്നം എന്താ വെച്ചാൽ, കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ 2-3 കാര്യങ്ങൾ അവർക്കുണ്ട്. ഒന്ന്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, അതിൻ്റെ സാങ്കേതികത്വമൊന്നും അവരറിയേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ അവരെ സംബന്ധിച്ച് അതൊക്കെ ചെയ്യേണ്ടത് വേറെ ആളുകളായതുകൊണ്ട് അവർക്കത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. നമ്മൾ ഈ സാങ്കേതികത അവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെന്താണ് അവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തടസ്സം കൂടാതെ വൈകാതെ, ഇപ്പോൾ ഉൽപ്പന്നത്തിന് വില കിട്ടാൻ 6 മാസം കഴിഞ്ഞ് കിട്ടിയിട്ട് കാര്യമില്ല, ആ സമയത്ത് കിട്ടണം. അതിപ്പോൾ കാശ് കുറഞ്ഞു പോയാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട്. അത് കൃത്യമായി കോർഡിനേറ്റ് ചെയ്യാനും ഭരണ സംവിധാനത്തിന് കഴിയാതെ വരുമ്പോൾ, എവിടെയെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സംതൃപ്തി ഇല്ലാത്ത സംഗതികളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ കൃഷി ഉപേക്ഷിക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ അപ്രതിഷേധം കൊണ്ട് പറയണമല്ല. ഇപ്പോൾ കൃഷിക്കാരൊരാളും
നല്ല കൃഷിക്കാരൻ കൃഷി ഉപേക്ഷിക്കുന്നു പറയില്ല. ഒരു നല്ല കൃഷിക്കാരൻ ഞാൻ നാളെ കൃഷി ചെയ്യില്ല എന്ന് പറയാൻ പോകില്ല. പക്ഷേ ചിലരെല്ലാം ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് അല്ല, അത് നമ്മുടെ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന പ്രവണത വളരെ കുറവാണ്. ക്ഷീണ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആത്മഹത്യാ പ്രവണതകളൊക്കെ കേരളത്തിൽ വളരെ കുറവാണ്. വളരെ അപൂർവമായിട്ട് മാത്രമേ കേരളത്തിൽ, മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ യു പിയിലോ അല്ലെങ്കിൽ മറ്റ് പല സ്റ്റേറ്റുകളിൽ നടക്കുന്ന പോലെ ആത്മഹത്യകളൊന്നും കേരളത്തിൽ നടക്കാത്തതിന് കാരണം അവിടുത്തെ കൃഷി രീതി ഇവിടുത്തെ കൃഷി തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ മാത്രമല്ല അവർക്ക് ഇതിൻ്റെ അടിസ്ഥാന വിലകൾ ലഭ്യമാകാത്ത, ഇപ്പോൾ നാട്ടിലെ എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വിലയാണ്. വിലയില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? പക്ഷേ കൃഷിക്കാരനൊന്നും കിട്ടില്ല. ആ രീതിയിലൊരു ചൂഷണ വ്യവസ്ഥ നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തും മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കൃഷിക്കാരെ സംരക്ഷിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് കർഷകൻ ചിലപ്പോൾ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത്. കർഷകന് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഒരു 2 ലക്ഷം കോടി രൂപ കൃഷിക്കാരനെ എഴുതി തള്ളി കഴിഞ്ഞാൽ ഈ ആത്മഹത്യ പലതും ഒഴിവാക്കാൻ പറ്റും. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നമ്മൾ 5 ലക്ഷം 8 ലക്ഷം എഴുതി തള്ളുന്നെങ്കിലും കർഷകനെ എഴുതി തള്ളുന്ന കാര്യം വരുമ്പോൾ മുഖം തിരിച്ച് നിൽക്കുന്ന സമീപനം ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. കൃഷി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമായിട്ട് കൃഷിക്കാരൻ ചെയ്യുമ്പോൾ ആ കർഷകന് പൂർണ്ണമായ പിന്തുണ കൊടുക്കാൻ സമൂഹത്തിനും ആ സമൂഹത്തെ നയിക്കുന്ന ഗവൺമെൻറ്റിനും ബാധ്യതയുണ്ട്. അങ്ങനെ ഒരു പിന്തുണ ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഒരുപാട് പേർ കൃഷിയിൽ നിന്ന്, നേരത്തെ സുജയുടെ പറഞ്ഞ പോലെ, കൃഷി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് വിട്ടുപോകാൻ കഴിയില്ല. അങ്ങനെ കൃഷി ചെയ്ത് അതിൽ വിജയിച്ച് കാണിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ. പക്ഷേ മറ്റുള്ളവർക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? കൃഷി എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ ഒരാൾ കൊണ്ടുപോയി കുടിച്ചിട്ട് അതൊന്നും കായകനികൾ ഉണ്ടാവില്ല. ഞാൻ പച്ചക്കറിയുടെ കാര്യമാണ് പറയുന്നത്. കൃഷി എന്ന് പറയുന്നത് കർഷകൻ മണ്ണ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, വിളകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, ക്രോപ്പ് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് പഠിക്കണം, അതുപോലെ തന്നെ മാർക്കറ്റ് മനസ്സിലാക്കണം. ഇതെല്ലാം കൂടി സമന്വയിച്ച് വരുമ്പോഴാണ് ഒരു കർഷകന് വിജയിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം ഇപ്പോൾ നമ്മുടെ ഇവിടെ പലരും കൃഷി ചെയ്യുമ്പോൾ മണ്ണിൻ്റെ pH, അതായത് മണ്ണ് നമുക്ക് കൃഷി വകുപ്പ് ഫ്രീ ആയിട്ടാണ് നമുക്ക് മണ്ണ് പരിശോധിക്കാനുള്ള സൗകര്യം ചെയ്തു തരുന്നത്. അതുപോലും ചെയ്യാതെ കൊണ്ടാണ് 90% കർഷകരും കൃഷി ഇറക്കുന്നത്. അപ്പോൾ അത് മണ്ണ് എന്താണെന്നുള്ളത് കൃത്യമായി പഠിച്ച് ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ കൃഷി ചെയ്തെങ്കിൽ മാത്രമേ കൃഷി വിജയിക്കുള്ളൂ. ഞാനിത് നാച്ചുറലായിട്ടുള്ള ടൈപ്പിൽ ഞാൻ കൃഷി ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഫുള്ളി ഓർഗാനിക് ആയിട്ടുള്ള ടൈപ്പിൽ ഞാൻ കൃഷി ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിലൊന്നും നമുക്ക് വിജയിക്കാൻ പറ്റണില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് കൃത്യമായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ മണ്ണ് പരിശോധിപ്പിച്ചിട്ട് കൃഷിക്ക് ആവശ്യമുള്ള ജൈവവളങ്ങൾ മണ്ണിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ മറ്റേ ഈ ഓർഗാനിക് ഹ്യൂമസ് മണ്ണിൽ കൂടുന്നു, അതോടൊപ്പം തന്നെ മണ്ണിൻ്റെ pH അവിടെ കറക്റ്റ് ആവണം. പോരായ്മയുള്ള എലമെൻറ്റ്സ് മാത്രം നമ്മൾ അയോണിക് രൂപത്തിലുള്ളത് മണ്ണിൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മളെ കൃഷി എക്കോ ഫ്രണ്ട്ലി ആവുന്നത്. അതിന്ന് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒരു കർഷകനെ സംബന്ധിച്ച് ഇതെല്ലാം അതായത് ഇതിനൊക്കെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 100-120 ദിവസമാണ് ഒരു പച്ചക്കറിയെ സംബന്ധിച്ച് വേണ്ടി വരുന്നത്. അത് കൃത്യ അളവിന് കൃത്യസമയത്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് അതൊന്ന് കൃത്യമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുള്ളൂ. എനിക്കത് അതായത് കൃഷി സീരിയസ് ആയിട്ടും എടുക്കണം, അതൊരു പാഷനായിട്ട് എടുക്കണം. കർഷകനെ സംബന്ധിച്ച് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ കൂടി പറ്റണം കർഷകന്. ഇല്ലെങ്കിൽ അവിടെ കർഷകൻ എന്നും സമൂഹത്തിൽ ചൂഷണ വസ്തുവാണ് ആയി വരുന്നത്. കർഷകന് അതുകൊണ്ട് ഒരു ഗുണം കിട്ടണില്ല. ഇപ്പോൾ നമ്മുടെ ഒരു കർഷക കൂട്ടായ്മ ഉണ്ടായി, അതിലിപ്പോൾ പച്ചക്കറിയാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ പച്ചക്കറിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കർഷകരും കൂടി പറയുകയാണ് ഈ ഒരു വെള്ളരിയാണ് ഇപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ വെള്ളരി നമ്മൾ എല്ലാവരും 25 രൂപ വെച്ചിട്ട് കിലോ കൊടുക്കാമെന്ന് പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 2-3 കച്ചവടക്കാർ വന്നിട്ട് നമ്മുടെ അടുത്ത് നിന്ന് വേണമെന്ന് ചോദിക്കണം. മറ്റേ ഇതിലും വില കുറഞ്ഞ് ചോദിക്കുമ്പോൾ പല കർഷകർക്കും പേടിയാണ്, ഇത് നശിച്ചു പോവോ, എനിക്ക് ആ പൈസ കിട്ടില്ലെന്ന്. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ് കർഷകന് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത് കൃത്യമായിട്ട് ഒരു സംഘടന, അതായത് ഒരു എന്താ പറയുക, കർഷകർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വഴി ഇത് ഒരു സംഘടനാബലം ഇല്ലാതെ കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മുഴുവൻ ഈ ഇടനിലക്കാർക്ക് കൃത്യവിലയ്ക്ക് മറ്റേ എന്താ പറയുക പരമാവധി വില താഴ്ത്തിയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അതൊന്നും മാറിക്കൊണ്ട് ചിന്തിക്കുകയാണ്. 1-2 പ്രാവശ്യം നമുക്ക് കൃഷി ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരും. അപ്പോൾ നമ്മൾ ഒരു എസ്റ്റാബ്ലിഷ് ആവും ചെയ്യുക, കൃത്യമായിട്ട് വിഷരഹിതമായിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം നമ്മൾ പച്ചക്കറി കഴിക്കുന്നത് നമുക്ക് ന്യൂട്രിയൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ശരീരത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടുള്ളൂ. ഇതേ തത്വം തന്നെയാണ് നമ്മൾ മണ്ണിലും കൃത്യമായിട്ടുള്ള എലമെൻറ്റ്സ് കൊടുത്തിട്ട് ചെടികൾക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ കൊടുത്തുകൊണ്ടാണ് ചെടികളെ വളർത്തിയെടുക്കുന്നത്. അവിടെ ചെടികൾക്ക് കാര്യമായിട്ടുള്ള
കേടുകളോ ഒന്നും വരുന്നില്ല. ആ സമയത്ത് നമ്മൾ ഈ കൊടുക്കണത് കുറച്ച് കൂടുതലാണ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഈ ഇതിൽ കൊടുക്കണ വളങ്ങളൊക്കെ ഈ എന്താ പറയുക അയോണിക് രൂപത്തിലുള്ള വളങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ചെടി മുഴുവൻ നെഗറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൃഷി എന്ന് പറയുന്നത് ഒരു കർഷകനെ സംബന്ധിച്ച് ഇത് 2-3 പ്രാവശ്യം 3-4 പ്രാവശ്യം, അതായത് ഒരു BSc അഗ്രികൾച്ചർ ഒരു കുട്ടി പഠിക്കണ മാതിരി തന്നെ കർഷകനെ ഈ ചെടികളിൽ നിന്ന് മണ്ണിൽ നിന്ന് പഠിച്ചെടുക്കാൻ ഇത് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ആ കർഷകന് വിജയിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ധാരാളം കൃഷി ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പോഴും കൃഷിയിലെന്നല്ല, പക്ഷേ 70-കളിലും 80-കളിലും ഒക്കെ 50-കളിലും 60-കളിലും തുടങ്ങി പിന്നീട് വിദേശത്തേക്ക് ധാരാളം പേർ കൃഷി ചെയ്തിരുന്നവർ തന്നെ പോയി. അങ്ങനെ കൃഷി ഉപേക്ഷിച്ച് വിദേശത്ത് പോയി മറ്റ് പല മേഖലകളിലും ജോലി ചെയ്തിരുന്നവരിൽ വ്യത്യസ്തനായി ഇവിടെ നിന്ന് വിദേശത്തെത്തി അവിടെ കൃഷി ചെയ്ത് വിജയിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ. അതിൽ നിന്ന് ഇവിടെ കേരളത്തിൽ 2 രീതിയിലും കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടേക്ക് നോക്കുമ്പോൾ പുതിയതായി എന്തെങ്കിലും ഇവിടേക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടേക്ക് എത്തി ഇങ്ങനെ ഈ രീതിയിൽ കൃഷിയിൽ വിജയിച്ചത് എന്നറിയാൻ ആളുകൾക്കുള്ളൊരു കൗതുകവും ഉണ്ടാവും. അത് തന്നെ പറഞ്ഞു തുടങ്ങാം. നേരത്തെ ഉണ്ണീഷൻ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇത് ചെയ്യാനുള്ളൊരു മനസ്സാണ് വേണ്ടത്. നമുക്ക് മനസ്സില്ലാതെ കൃഷിയിലേക്ക് ഇറങ്ങുകയെന്ന് വെച്ചാൽ അത് വലിയൊരു വിജയം സാധ്യത വളരെ കുറവാണ്. അപ്പോൾ മനസ്സുണ്ടായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ ചെയ്യുന്നത് ദുബായിലാണ്. ഒരു 5.5 ഏക്കറുണ്ട്. ഒപ്പം തന്നെ ഓരോ വീടുകളിൽ അവർക്ക് വേണ്ട പച്ചക്കറി ഉണ്ടാക്കി കൊടുക്കുന്നൊരു കമ്പനി പോലെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഹാൻഡിൽ ചെയ്ത് പോകാന്ന് വെച്ചാൽ ഇതിനോടുള്ള താല്പര്യമാണ്. അപ്പോൾ പൊതുവേ ഈ കേരളവും UAE തമ്മിലുള്ള എന്താ പറയുക വ്യത്യാസം എന്ന് പറഞ്ഞത് എന്താ പറയുക നല്ല കാലാവസ്ഥാപരമായിട്ട് ഭയങ്കര വ്യത്യാസം തന്നെയാണ്. 50 ഡിഗ്രി ചൂടാണ് UAEയിലുള്ളത്. പിന്നെ അത് മാത്രമല്ല മണ്ണിൻ്റെ ഘടന പൊതുവേ മണലാണ് അവിടെ. ഇവിടെ വെച്ചാൽ നമ്മൾ ഫലപുഷ്ടമായിട്ടുള്ള മണ്ണാണ് കേരളത്തിലുള്ളത്. എന്തെന്നാലും ഒരുവിധം നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അല്ല, എങ്ങനെ അത് മാറ്റിയെടുക്കുക വെച്ചാൽ മണലിനെ നമ്മൾ ഫലപുഷ്ട മണ്ണായി മാറ്റിയെടുക്കുകയാണ്. ചാണകവും എന്താ പറയുക അടിവെള്ളമൊക്കെ കൊടുത്തിട്ട് അതിന് വേണ്ട ലഭ്യമായിട്ടുള്ള എല്ലാം വളങ്ങളും ഇട്ട് നമ്മൾ ഉഴുത് മറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നെൽകൃഷി ഒരു 4.5 ഏക്കർ നെൽകൃഷി ചെയ്യുന്നുണ്ട് അവിടെ. ആ 4.5 ഏക്കർ നെൽകൃഷിനെ മണലുള്ള സ്ഥലത്ത് നമ്മൾ മേൽമണ്ണ് ആയി തന്നെ കുറച്ച് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ അതിൽ വളവും ചാണകവും ആട്ടിൻകാഷ്ടവും അതുപോലെ മണ്ണിര കമ്പോസ്റ്റും എല്ലാം ബേബി പിണ്ണാക്കും എന്ത് വേണ്ട എല്ലാം ഇട്ട് നമ്മൾ ഉഴുത് മറിക്കുകയും ചെയ്യണത്. നമ്മൾ ഇവിടെ ട്രാക്ടർ കിട്ടുന്ന കുറേ ടില്ലറുണ്ട്. ടില്ലർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉഴുത് മറിക്കണത് ഇത്രയും ഏരിയ. അപ്പോൾ അത് ഉഴുത് മറിച്ചിട്ട് നമ്മൾ ഫലപുഷ്ടങ്ങൾ മണ്ണ് ആക്കിയെടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ചെയ്യണത്. പക്ഷേ വെല്ലുവിളി എന്ന് പറയുമ്പോൾ ചൂട് തന്നെയാണ്. ചൂടുകാല കൃഷി 2 ആയിട്ട് നമ്മൾ തിരിക്കും. നമ്മൾ ഈ ഒരു വർഷത്തെ ശൈത്യം ചൂട്. അപ്പോൾ ചൂടുകാല കൃഷി ഇപ്പോൾ വേറെ ചൂടാണ് ഇപ്പോൾ ഉള്ളത് അവിടെ. 50 ഡിഗ്രി ചൂടാണത്. 50 ഡിഗ്രി ചൂടിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇപ്പോൾ അവിടെ ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു ഈ 50 ഡിഗ്രിയിലൊക്കെ ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നത് വെണ്ടയ്ക്ക ചെയ്യാം. നമുക്ക് ചൂടുകാല കൃഷിയാണ് വെണ്ട എന്ന് പറയുന്നത്. പാലക്ക് ചെയ്യാം. പാലക്ക് ചീര എന്നൊക്കെ പറയുന്നത്. പിന്നെ പച്ചച്ചീര, ചുവന്നച്ചീര, അതുപോലെ എന്താ പറയുക വഴുതനങ്ങ ചെയ്യാം. കാന്താരി മുളക് വെച്ചാൽ 2 വർഷമാണ് അതിന് ഗ്യാരണ്ടി ഉള്ളത്. വരെ ലൈഫുണ്ട് അതിന്. അത്രയ്ക്കും പോകുന്നു. അപ്പോൾ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള നമ്മൾ തിരഞ്ഞെടുക്കണം. നമ്മൾ തക്കാളി വേണമെന്ന് വെച്ചാൽ പറ്റില്ല. നമ്മൾ മല്ലി വേണമെന്ന് വെച്ചാൽ ഈ ചൂടുകാലത്ത് പറ്റില്ല. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന കൃഷി തിരഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതും ആ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഗൾഫിൽ ചെയ്യാന്ന് വെച്ചാൽ നാട്ടിൽ സുലഭമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. നേരത്തെ ഉണ്ണീഷൻ പറഞ്ഞ പോലെയും സുനിലേട്ടൻ പറഞ്ഞ പോലെയും അതിന് വേണ്ടത് മനസ്സും ഒപ്പം തന്നെ അതിനുള്ള ഹാർഡ് വർക്കും അതുണ്ടായി കഴിഞ്ഞാൽ കൃഷി വിജയിക്കുന്നതിന് എനിക്ക് തോന്നുന്നത്. ഇതിലേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ സഹായം അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ ആക്ച്വലി ഇലക്ട്രിക് എഞ്ചിനീയറാണ്. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ഷാർജ ഇലക്ട്രിസിറ്റി ജോയിൻ ചെയ്യുന്നത്. 97-ലാണ്. 97-ൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് കൃഷി കുടുംബമായിട്ട് പോയതല്ലല്ലോ. ഞാൻ ഗുരുവായൂരാണ്. അപ്പോൾ കൃഷി ഇവിടെ വീട്ടിലൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പരിചയമില്ല. അവിടെ പോയിട്ട് എന്താ പറയുക കുറച്ച് വൈഫ് കുറച്ച് കണ്ടശങ്കടമാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വിത്തുകളൊക്കെ കൊണ്ടുവന്നിട്ടാണ് കല്യാണം കഴിഞ്ഞ ശേഷം അവിടെ വന്ന് ചെറിയ രീതിയിൽ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഒരു എന്താ പറയുക പാഷൻ എന്ന് പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഇഷ്ടപ്പെട്ട് അതിൻ്റെ ഓരോ എക്സ്പെരിമെൻറ്റിൽ ചെയ്ത് അത് ഈ മേഖല തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇലക്ട്രിസിറ്റിയുള്ള ജോലി വേണ്ടാന്ന് വെച്ചിട്ടാണ് ഫുൾ ടൈം ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. ശരിക്കും സുനിൽ അത് മാതൃകയാക്കേണ്ട ഒരു സംഭവം ഇപ്പോഴും കൗതുകത്തോടെ. ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തൊരു പാഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമാണ്. കൃഷിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാവുന്നത് കൃഷിയോട് താല്പര്യം ഉണ്ടാവണം. അല്ലാണ്ട് വെറുതെ നമ്മളിപ്പോൾ കൃഷി വകുപ്പൊക്കെ ഈ മറ്റേ ഗ്രോ ബാഗ് കൊടുക്കും. ഓരോരുത്തർ 25 ഗ്രോ ബാഗ് 50 ഗ്രോ ബാഗൊക്കെ സൗജന്യ നിരക്കിൽ കൊടുക്കും. അപ്പോൾ ഈ ആൾക്കാർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് കൊണ്ടുപോയിട്ട് അതിൽ വിത്തിട്ടാൽ ഉടനെ തന്നെ ഉണ്ടാവുന്ന ആളുകൾ ധാരണ ഗ്രോ ബാഗ് ഇട്ടിരിക്കല്ലേ ഇപ്പോൾ പച്ചക്കറി അങ്ങനെ പോലെ ഏത് ഗ്രോ ബാഗ് ആണെങ്കിലും ഗ്രോ ബാഗ് അല്ലാത്ത കൃഷിയാണെങ്കിലും ഈ വിളപരിപാലനവും ഈ സോയിൽ ഹെൽത്ത് മാനേജ്മെൻറ്റും പ്ലാൻ ഹെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന 2 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഈ മണ്ണറിഞ്ഞ് കൃഷി ചെയ്യാമെന്ന് പണ്ട് കൃഷിക്കാർ പറയില്ലേ, അതുപോലെ പറയുന്ന കാര്യം തന്നെയാണ് ഉണ്ണീഷൻ പറഞ്ഞത്.
ഈ മണ്ണിനെ നന്നായി ശാസ്ത്രീയം പണ്ടത്തെ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനുള്ള അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടുള്ള കഴിവുണ്ടായിരുന്നു. അന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിപ്പോൾ നമ്മുടെ ആളുകൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞത് തെങ്ങ് തൈ വെച്ചു കൊടുത്താലും വേണ്ടെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണ്ടൊരു തെങ്ങ് നമ്മുടെ വീട്ടിൽ വലുതായി കഴിഞ്ഞത് ചമ്പത്തങ്ങാകുമ്പോൾ അതിൻ്റെ അടിയിൽ തെങ്ങ് വയ്ക്കാൻ സ്വയമായിട്ട് ചെയ്യും. നമുക്ക് ആവശ്യമായ തെങ്ങ് നാളികേരം മാത്രമേ നമ്മുടെ വീട്ടിൽ ചിലവൊക്കെ കഴിഞ്ഞിരുന്നത് നാളികേരം വിറ്റുള്ള കാശ് കൊണ്ട് ചിലവ് കഴിഞ്ഞിട്ട് 10 സെൻറ്റ് സ്ഥലത്തുള്ള 10-15 തെങ്ങിൽ നിന്നുള്ള ഇപ്പം എൻ്റെയൊക്കെ വീട്ടിലിപ്പോൾ എനിക്ക് 10 സെൻറ്റ് സ്ഥലമുള്ള സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴും അത്ര തന്നെയാണത്. അപ്പോൾ അവിടെ അന്നൊക്കെ ഞങ്ങൾ 10-16 തെങ്ങിൽ നിന്നുള്ള നാളികേരം വീട്ടിലെ ചിലവ് കഴിച്ച് ബാക്കിയുള്ളത് നമ്മൾ വിറ്റിട്ട് ആ പൈസ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആളുകൾക്ക് നമ്മുടെ സ്വന്തം നാട്ടിലെ പറമ്പിൽ തെങ്ങ് കൃഷി ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ലല്ലോ. നമ്മൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ അങ്ങനെ ഒരു വാർത്ത വരുന്നതെന്ന് എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യമാണ്. തെങ്ങ് തൈ വേണ്ടെന്ന് പറയുന്ന ആൾക്കാർ. അത് ഈ തെങ്ങിൻ്റെ കാര്യം ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് 2 കോടി തെങ്ങിൻ തൈകൾ 2021 ആ സമയത്ത് ഒരു മുറം പച്ചക്കറിയൊക്കെ ആ ഓണത്തിന് വലിയ രീതിയിലുള്ള തെങ്ങിൻ്റെ സ്കീമല്ല അതിൻ്റെ നമ്മുടെ ഈ തെങ്ങിൻ്റെ മറ്റേ ഈ ഇതുണ്ടല്ലോ തെങ്ങിൻ്റെ സ്കീം കൊണ്ടുവന്നത് അന്നാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള തെങ്ങിൻ തൈകൾ തെങ്ങിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രൊഡക്ടിവിറ്റി കുറയുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 1 ഹെക്ടർ തെങ്ങിൽ നിന്ന് നമുക്ക് 6,900 7,000 ചിലപ്പോൾ 8,000 നാളികേരം കിട്ടുമ്പോൾ ഛത്തീസ്ഗഡിൽ 16,000 കിട്ടുന്നുണ്ട്. കർണാടക തമിഴ്നാടൊക്കെ 14-12,000 നാളികേരം കിട്ടുമ്പോൾ ഇവിടെ പ്രൊഡക്ടിവിറ്റി കുറവാണ്, പരിപാലന കുറവ്. അതിന് കാരണം ഇതാണ്, ആ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് തെങ്ങിൻ്റെ കട തുറക്കുന്നു, തെങ്ങിന് വളമിടുന്നു, തെങ്ങ് കൃത്യമായ രീതിയിൽ പരിപാലിക്കുന്നു, തെങ്ങ് നാളികേരം തെങ്ങേറി ഇടുന്നു. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പൊള്ളാച്ചി അതിർത്തി കിടന്ന് പൊള്ളാച്ചിയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ തെങ്ങിലെ വിളകൾ അധികം ഉയരം വന്നിട്ടുണ്ടാവില്ല. അവരതൊക്കെ പരിപാലിച്ചുകൊണ്ട് തോട്ടങ്ങൾ നന്നായി പരിപാലിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 10 തെങ്ങ് ഉണ്ടെങ്കിൽ 10 തെങ്ങ് നമ്മൾ നോക്കില്ല, തടമെടുക്കുന്നില്ല. നമ്മൾ തെങ്ങിന്റെ ഒരു ദീർഘകാല വിളയാകുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഈ മാസം ഇപ്പോൾ നമ്മുടെ കർക്കിടക മാസത്തിൽ കൊല ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത കൊല്ലാകുമ്പോഴേക്കും ഇത് വിളയാം. അപ്പോൾ നമ്മൾ ഓരോ സമയത്ത് നമ്മൾ ഇപ്പോൾ കുംഭമാസം മീനമാസം ഇതിലാണ് ഏറ്റവും കൂടുതൽ നാളികേരം ഉണ്ടാവുക. അപ്പോൾ കുംഭമാസത്തിലുള്ള കൊല ഉണ്ടാകുന്ന സമയം ചിലപ്പോൾ ഇപ്പോൾ ഈ ഉണ്ടാകുന്ന കൊലയായിരിക്കും അപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ മുതൽ പരിപാലിച്ചാൽ വൃത്തിയാക്കുന്ന രീതി ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ കുരൽ വൃത്തിയാക്കും, ചെല്ലീനെ കളയുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പണിക്കാളെ കിട്ടുന്നില്ല. അപ്പോൾ ആളുകൾ എന്താ വെച്ചാൽ തെങ്ങിനെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. തെങ്ങ് വേണ്ടാന്ന്. പക്ഷെ നാളികേരത്തിന് വില ചിലപ്പോൾ ഇടിഞ്ഞെന്ന് വരാം, ചിലപ്പോൾ വില കൂടുന്നു വരാം. ഇതൊക്കെ മാറി മറിഞ്ഞൊക്കെ വന്നാലും ഇതിന് വലിയ സപ്പോർട്ട്. അപ്പോൾ അതാണ് അടിസ്ഥാന വില 34 കോടി സംഭരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ 2029 2 കോടി തെങ്ങിൻ തൈകൾ വെക്കണം തീരുമാനിച്ചു. ആ 2 കോടി തെങ്ങിൻ തൈകൾ ഏത് ഇനം വെക്കണം? അപ്പോൾ ആളുകൾ പലരും പറയും ഞങ്ങൾക്ക് പൊക്കം കുറഞ്ഞത്. അങ്ങനെ പൊക്കം കുറഞ്ഞാൽ മാത്രം വെച്ചിട്ട് കാര്യമില്ല. പൊക്കം കൂടിയ WCT വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന് പറയുന്നതിനാണ് നമ്മുടെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള നമ്മുടെ ഇത്. അപ്പോൾ അത് 60% അതായിരിക്കണം. പിന്നെ ഡാർഫ് പൊക്കം കുറഞ്ഞ 20%, പിന്നെ ഹൈബ്രിഡ് 20%. അപ്പോൾ എല്ലാ ഇനങ്ങളൂടെ ഉണ്ടാവണം എന്ന് കരുതി നമ്മൾ കൃത്യമായിട്ട് അത് ഓരോ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ നാളികേര വികസന ബോർഡ് ഫാമുകളിലെല്ലാം നാളികേരത്തിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് ഇത് സൗജന്യ നിരക്കിൽ കൃഷിക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുന്നത് 2029 ആകുമ്പോഴേക്കും പുതിയതായി 2 കോടി തെങ്ങിൻ തൈകൾ വെക്കണം എന്നുള്ള സ്കീമാണ്. അതിനെപ്പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. ആരും മേടിക്കില്ല എന്ന് പറഞ്ഞൊരു വാർത്ത വരും. ഇപ്പോൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട വാർത്തയായിരിക്കാം. പക്ഷേ ഞാൻ പലയിടത്തും കണ്ടിട്ടില്ലെന്ന് വെച്ചാൽ തെങ്ങിൻ തൈ വരുമ്പോഴേക്കും ആൾക്കാർ മേടിച്ചു പോകുന്ന സ്ഥലമുണ്ട്. ചില സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് തെങ്ങിൻ തൈ വേണ്ടാന്ന് വെച്ച് കൊടുക്കുക. ചില കൃഷി ഓഫീസർമാർ ചിലപ്പോൾ വേണ്ടത്ര ജാഗ്രതയോടുകൂടി അത് കൃഷിക്കാരെ എത്തിക്കാൻ പറ്റുന്നില്ല. ഉണ്ണികൃഷ്ണൻ തന്നെ പറഞ്ഞ ശരിയാവും. ഇപ്പോൾ ഇച്ഛാശക്തിയോടുകൂടി സുനിച്ചേട്ടൻ തന്നെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടപ്പാക്കിയ ഒരു തുടങ്ങിയ പദ്ധതി ഇത് വകുപ്പിൽ കേരളം സമൃദ്ധ കേരളം എന്നാണ് പദ്ധതി. ഇത് വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, ഉദ്യോഗസ്ഥന്മാർ കൃഷിക്കാരിലേക്ക് ഇത് കൃത്യമായിട്ട് എത്തിക്കുന്നില്ലേ? ഇത് എത്തിക്കുക മാത്രമല്ല, ഇത് ഒരു ആവശ്യക്കാരൻ്റെ കയ്യിലേക്ക് എത്തണില്ല പല കേസുകളും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പഞ്ചായത്തിൽ എല്ലാവരും കൃഷി പഠിപ്പിക്കുക അല്ലെങ്കിൽ കൃഷി ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പോണ കാര്യങ്ങളല്ല. ആരാണ് കൃഷി ഇത് ചെയ്യാനും താല്പര്യമുള്ള അവർക്കത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം ഏറ്റവും നല്ലത്. ഇതിപ്പോൾ എല്ലാവർക്കും എത്താവുന്നുള്ള ഒരു രീതിയിൽ ചെയ്യണം. പല കേസുകളും ഇത് ഫ്രീ ആയിട്ട് കിട്ടണത് മണ്ണ് ഈ കൃഷിഭവനിൽ കൊണ്ടുപോകും, അത് എവിടെയെങ്കിലും ഒരു മൂലയ്ക്കിൽ വെക്കുന്നതല്ലാതെ മണ്ണിൽ പോലും വെക്കണില്ല പല കേസുകളും. ഇപ്പോൾ പച്ചക്കറി തൈയാണ് പലപ്പോഴും നമ്മൾ കൃഷിഭവനിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ആ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ, അതായത് ഈ പച്ചക്കറി തൈന് 1 രൂപ അല്ലെങ്കിൽ 50 പൈസ എന്നുള്ള വില പറഞ്ഞാൽ തന്നെ മേടിച്ചുകൊണ്ട് പോകാൻ ആളില്ല. ഫ്രീ ആണെങ്കിൽ ഇത് മുഴുവൻ കൊണ്ടുപോകും. ആ കൊണ്ടുപോയിട്ട് ആ ട്രയലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അവിടെ വെക്കും, മണ്ണിൽ വെക്കണില്ല.
അവിടെ ആവശ്യം ഇത് മുളച്ച ആ സമയത്ത് നട്ടില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് ഗുണം. അത് ഇതൊക്കെ മേടിച്ചിട്ട് അവിടെ ഇടും. അതുപോലെ തന്നെ ഈ വിത്ത് മേടിച്ചിട്ട് വിത്ത് കൊണ്ടുപോയിട്ട് ഇതിന് ജെർമിനേഷൻ ടൈം ഉണ്ട്. നമ്മളെ ഒരു വിത്തിന് ഒരു ജെർമിനേഷൻ ടൈം കഴിഞ്ഞാൽ പിന്നെ ഇത് മുളയ്ക്കില്ല. അപ്പോൾ നമ്മൾ ഈ വിത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃഷിക്കാർ ഈ മേടിച്ചിട്ടുള്ളവർ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഏതെങ്കിലും ടീപ്പോയുമ്പോൾ വയ്ക്കും, അല്ലെങ്കിൽ TV-യുടെ മുകളിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് അവന് സൗകര്യപ്പെടുമ്പോൾ കൊണ്ടുപോയി വിതച്ചിട്ട് പറയും ഇത് മുളയ്ക്കില്ല എന്ന് പറയും. ഈ ഓണത്തിനൊരു പച്ചക്കറിക്ക് നമ്മൾ എല്ലാ വീടുകളിലും വിത്ത് കൃത്യമായ വിത്ത് സമയത്ത് എത്തിച്ചിരുന്നു. അതേ സമയം അത് നമ്മൾ അന്ന് നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ 6 ടണ്ണാണ് നമ്മുടെ കേരളത്തിലെ പച്ചക്കറി ഉൽപ്പാദനം. 2021 ആകുമ്പോഴേക്കും അത് 19 ലക്ഷം ടണ്ണിലേക്ക് എത്തിച്ചു. മനസ്സിലായില്ല? അത് നമ്മൾ ഇതുപോലെ പ്ലാൻ ചെയ്തിട്ട് കൃഷിക്കാരിലേക്ക് തൃശ്ശൂരിലായിരുന്നു അതിന്റെ ഉദ്ഘാടനം. ഞാനാണ് മുഖ്യമന്ത്രി തയ്യായിട്ട് വാങ്ങിയത്. അപ്പോൾ അതൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരെയും കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉണ്ണീഷൻ പറഞ്ഞ പോലെ എല്ലാവരും കൃഷി ചെയ്യുന്നുള്ള താല്പര്യം വരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊണ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷി ബാധിച്ചരാം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കൃഷി ചെയ്യണം. നിങ്ങൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച്. ഞാൻ ഒരു കൃഷിയും ചെയ്യില്ല എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം സ്വയം ഉള്ളിൽ വരണം. അതായത് എന്തെങ്കിലും ഒന്ന് ഇപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ ഇഞ്ചിയോ പച്ചമുളകോ എന്തെങ്കിലും നമ്മൾ ചെയ്യണം. നമ്മളെല്ലാം ഈ സ്റ്റേറ്റിനെ മറ്റ് സ്റ്റേറ്റുകളെ ആശ്രയിക്കുന്നതിൻ്റെ കാരണം എന്താ? നമ്മൾ ചെയ്യേണ്ടതായതുകൊണ്ടല്ലേ. നമ്മളിപ്പോൾ കൃഷിയിലേക്ക് വരാൻ എല്ലാവരും പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി മുഴുവൻ വിഷമാണെന്ന് നമ്മൾ പറയണം. അതിനെന്താ പരിഹാര മാർഗം? ഒന്നുമില്ല, തമിഴ്നാട്ടിലെ കൃഷിക്കാർ വിഷമടിക്കാത്തത് ഉണ്ടാക്കാൻ തീരുമാനിക്കണം. നമ്മൾ പേടിക്കാതിരിക്കണം. പിന്നെ മേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ കൃഷി ചെയ്യണം. നമ്മളിപ്പോൾ കോവിഡ് സമയത്ത് കർണാടകയിൽ നിന്നുള്ള റോഡ് അടച്ചപ്പോഴാണ് നമ്മൾ സുഭിക്ഷ കേരളം പദ്ധതി കൊണ്ടുവന്നത്. എല്ലാ വീട്ടിലും കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങളത്. അന്ന് എല്ലാവർക്കും വൃത്തി കൊടുത്തു. ധാരാളം ആൾക്കാർ കൃഷി ചെയ്തല്ലോ. അപ്പോൾ ആൾക്കാർക്ക് ആവശ്യകത വരുമ്പോഴാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ എന്തിനപ്പോൾ നമ്മൾ കൃഷി ചെയ്യേണ്ട കാര്യം എന്താ? നമുക്ക് അവിടെ നിന്ന് കിട്ടില്ലേ? ആ ഒരു മനോഭാവത്തിൽ ഇത് ഇവിടെ പറയും. നമുക്ക് കൃഷി ചെയ്യാൻ ചില ആൾക്കാർ പറയും നമുക്ക് സമയമില്ലാന്ന്, കൃഷി എവിടെ സമയം, നമുക്കൊന്നും സ്ഥലമില്ല എന്ന് പറയും. ഇങ്ങനെയൊക്കെ പലതും പറയും. ഇത് ഇല്ലാത്ത മനസ്സില്ല എന്നുള്ളതാണ് പ്രശ്നം. കൃഷി ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്, ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി ഒരു കൃഷി ബുദ്ധി കൊണ്ടുവന്നു. പാടമൊന്ന് പാടത്തേക്ക്. അത് കന്നിമാസത്തിലെ മകം നക്ഷത്രത്തിലാണ് നെല്ലിൻ്റെ ജന്മദിനമായിട്ട് നമ്മൾ പണ്ട് തൊട്ടേ കുട്ടികൾ പാടത്തിറങ്ങിയിട്ട് അന്ന് നമ്മളെല്ലാ സ്കൂളുകളിലും പാടമൊന്ന് പാടത്തേക്ക് എന്ന് പറഞ്ഞ പദ്ധതി കൊണ്ടുവന്ന് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ കുട്ടികളെ ചെളിയിലേക്ക് ഇറക്കണം. ചെളിയിലേക്ക് ഇറക്കി കുട്ടികളെ കൃഷി എന്താണെന്ന് അവർക്ക് നല്ല വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. നമ്മളാണ് ഈ കുട്ടികളെ ചെളിയിലേക്ക് ഇറക്കാത്തത്. പക്ഷേ ഈ പദ്ധതി തുടങ്ങി വെക്കുന്നുണ്ട്. അല്ല, അതൊക്കെ നമ്മൾ ഇപ്പോൾ അത് നടക്കണോ എനിക്ക് അറിയില്ല. ഞാൻ മന്ത്രി ആയിരിക്കുന്ന കാലം മുഴുവൻ അത് നന്നായിട്ട് നടന്നിരുന്നു. കൃത്യം അത് നടന്നിരുന്നു മാത്രമല്ല, എല്ലാ സ്കൂളുകളിലും കർഷക ക്ലബ്ബുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ട് അവർ ഉച്ചഭക്ഷണത്തിന് വേണ്ട പച്ചക്കറി അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി എല്ലാം ഉൽപ്പാദിപ്പിക്കാനുണ്ട്. മേഖലയിൽ നിന്നൊക്കെ ധാരാളം സ്കൂളുകളിൽ അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അവിടെ അതിൻ്റെ ഉൽപ്പാദിപ്പിച്ച് അവർ എത്രമാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല വിഷയം. ഈ കൃഷിയോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാറിയെടുക്കാൻ വേണ്ടി ചെയ്യുന്നത്. അത് വെച്ചാൽ നമ്മുടെ ജനങ്ങൾക്ക് മണ്ണിനോടും കൃഷിയോടും ഉണ്ടായിരുന്ന ആഭിമുഖ്യത്തിൽ നിന്നും ആളുകൾ എന്തുകൊണ്ട് അകന്നുപോയി. അപ്പോൾ അവർ തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യണ്ടേ? ഈ നമ്മുടെ പ്രായത്തിലുള്ളൊരു വിട്ടുകളെ നമുക്ക് വരുന്ന തലമുറയിലേക്ക് വരണമെങ്കിൽ അവരിൽ നിന്ന് പിടിക്കണം. അതുകൊണ്ടാണ് ആ പരിപാടി ഞാനും രവീന്ദ്രമാഷും കൂടിയിട്ട് അന്ന് കൊണ്ടുവന്നൊരു പ്രോഗ്രാമാണ്. അല്ല, യുകെയും US ലക്ഷ്യം വെച്ച് ഇരിക്കുന്നവർക്ക് നാട്ടിൽ എന്ത് കൃഷി എന്നുള്ളതാണ്. അല്ല, UK-ലായാലും US-ലാണെങ്കിലും ആകാശത്ത് പോയി കളിച്ചാലും ട്രോഫി താഴത്തെ കിട്ടുമെന്ന് പറയുന്നത് മനസ്സിലേക്ക് വരുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പാടത്തേക്ക് നമ്മൾ തുടങ്ങി വെച്ചു, പക്ഷേ ഇപ്പോൾ നടക്കുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. അല്ല, അത് ഞാൻ പറഞ്ഞ സ്കീമുകൾ ധാരാളം ഉണ്ട്. ഉണ്ണീഷൻ പറഞ്ഞ പോലെ ഇത് ആവശ്യക്കാരെ അതിലെത്തിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ലല്ലോ. ഇപ്പോൾ തെങ്ങ് കൃഷി എന്താ വെച്ചാൽ, ഇപ്പോൾ തെങ്ങിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാലേ നമ്മളെല്ലാവരും ഒരേപോലെ കാണും. ഇപ്പം എനിക്കൊരു 10 തെങ്ങ് തൈ ആവശ്യം 25 എണ്ണം അല്ല 50 എനിക്ക് ആവശ്യമുണ്ട്. പക്ഷെ നമ്മുടെ കൃഷിഭവൻ ചിലപ്പോൾ പറയും ഓരോരുത്തർക്ക് 3 എണ്ണം വീതം കൊടുക്കണമെന്ന് പറയും. അപ്പോൾ ഈ 50 എണ്ണം ആവശ്യമുള്ളവന് 3 എണ്ണം കിട്ടുള്ളൂ. 3 എണ്ണം ആവശ്യമില്ലാത്തവൻ്റെ വീട്ടിലേക്ക് 3 എണ്ണം വീതം കിട്ടും. അപ്പോൾ അവനത് എന്ത് ചെയ്യും? അവൻ്റെ വീട്ടിൽ വെക്കാൻ സ്ഥലം ഉണ്ടെങ്കിലും വെക്കാത്തവരുണ്ട്. ഫ്രീ കിട്ടിയാണല്ലോ, പിന്നെ പോയാലും കുഴപ്പമില്ല, കാരണം സർക്കാരിൻ്റെ പണമാണല്ലോ വിചാരിക്കുന്ന ആളുകളുണ്ട്. ആ സമയത്ത് നമ്മൾ 50 എണ്ണം ആവശ്യമുള്ള ആൾക്ക് 50 എണ്ണം കൊടുക്കണം, 25 എണ്ണം ആവശ്യമുള്ളവർക്ക് 25 എണ്ണം കൊടുക്കണം. പക്ഷെ അത് നമ്മുടെ ഉദ്ദേശം എന്താ? 2 കോടി തെങ്ങ് തൈകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കെട്ടിക്കിടക്കില്ലല്ലോ, ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിൻ്റെ ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് എവിടെയെങ്കിലും ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. ഈ സർക്കാരിൻ്റെ പരിപാടികൾക്കൊക്കെ അങ്ങനെ ചില തകരാറുകളുണ്ട്. അതാണ് ഞാൻ ഉണ്ണികൃഷ്ണനോട് ചോദിച്ചത്. ഉദ്യോഗസ്ഥർക്ക് വരുന്നൊരു വീഴ്ച അവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാവരും മോശക്കാരൊന്നുമല്ല. ഉദ്യോഗസ്ഥന്മാർ നല്ല സാമൂഹ്യ ബോധമുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ. ഒരു നല്ലൊരു കൃഷി ഓഫീസർ വിചാരിച്ചാൽ
ആ പഞ്ചായത്തിൻ്റെ കാർഷിക മേഖലയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ മാറ്റും. പറ്റും. അങ്ങനെ അനുഭവമുള്ള കൃഷി ഓഫീസർമാർ എനിക്കുണ്ട്. അത് എല്ലാവരും ആണെന്നില്ല. എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ കൃഷി ഓഫീസർ വന്ന് അതുവരെയുള്ള എല്ലാ സ്കീമും തകർന്നു പോകും. അതെ. അല്ല, ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തൈകൾ കൊടുക്കുന്നു പറഞ്ഞു, വിത്തുകൾ കൊടുക്കുന്നു കൃഷി ഓഫീസിൽ നിന്ന്. പക്ഷെ വിത്തുകൾ ആ കൃഷി ഓഫീസർമാരോട് വന്ന് വാങ്ങുമ്പോൾ, കൃഷി ഓഫീസിൽ വന്ന് വാങ്ങുമ്പോൾ അതെന്ത് ചെയ്യുന്നുള്ളൊരു ബാധ്യത കൂടി കൃഷി ഓഫീസർ നോക്കണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം അതിനുള്ള സമയം കണ്ടെത്തി അവർ കൃഷിക്കാരെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, സാറേ എൻ്റെ കൃഷി ഓഫീസൊന്നും വന്ന് നോക്കില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കൃഷിയൊന്നും പോയി നോക്കണം. ഈ ഓണത്തിന് ഒരു മുറം പച്ചക്കറിക്ക് ആ സംവിധാനം ഉണ്ടായിരുന്നല്ലോ. അതിൽ വലിയൊരു സന്തോഷമാണ്. അറിയാത്തവരുണ്ടല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ അതുണ്ട്, കൃഷി ഓഫീസർ എൻ്റെ വീട്ടിൽ വന്ന് നോക്കിയില്ല. ചിലപ്പോൾ ഒരു തയ്യാവും ഉണ്ടാവുക, അതിന് ഞാൻ വന്ന് നോക്കിയില്ലെങ്കിൽ അതിന് കുറ്റമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെയധികം നിൽക്കണം. നമുക്ക് വാട്സപ്പ് വഴിയോ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ റെമഡി അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ വിളിച്ചപ്പോൾ വന്നില്ല എന്നുള്ള ഒരു കൃഷി ഓഫീസർ ഈ പഞ്ചായത്തിലെ എല്ലാ വീട്ടുകളിലും വന്ന് പറ്റില്ല. ഒന്നാമത് ഈ പഞ്ചായത്തിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയേണ്ടത്, ഒരു 8-10 നന്നായി കൃഷി ചെയ്യുന്ന പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകരുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാം. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ പച്ചക്കറി സ്വയം പര്യാപ്തതയിൽ അവിടെ എത്തിക്കാൻ പറ്റും. അല്ലാതെ കൊണ്ട് അത് പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെ കൊണ്ടും പച്ചക്കറി ചെയ്യിപ്പിച്ചാൽ നമുക്ക് പറ്റില്ല. അപ്പോൾ അത് ചെയ്യാവുന്ന, അതായത് കർഷകനെ സംബന്ധിച്ച് മോഡേൺ ടെക്നോളജികൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് കർഷകന് ഉൽപ്പാദനം കൂടുതൽ കിട്ടുന്നതും ഉൽപ്പാദന ചെലവ് കുറയ്ക്കാൻ പറ്റുന്നതും കർഷകന് അധ്വാനഭാരം കുറയും ചെയ്യുന്നത്. നമ്മളവിടെ ലേബർ ചെലവ് നോക്കിയിട്ടുണ്ടോ? ഏത് സംസ്ഥാനക്കാട്ടിലും ഏറ്റവും കൂടുതൽ നമ്മളവിടെ നമുക്ക് പറ്റില്ല. അവിടെ മെക്കനൈസേഷൻ മാക്സിമം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ കർഷകനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ മണ്ണിൽ. ഇത് കൃഷി വകുപ്പിൽ നിന്ന് ലഭ്യമാവുന്നുണ്ടോ? ഇത് കൃഷി വകുപ്പിന് ലഭ്യമുണ്ട്. ഇത് വേണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ കർഷകർ തയ്യാറാവണില്ല, മനസ്സില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇപ്പം ഞാനൊരു 8-10 കൊല്ലം അല്ല ഒരു 10-12 കൊല്ലം മുമ്പ് പച്ചക്കറി കണ്ട മത്തനും കുമ്പളും തിരിച്ചറിയാൻ പറ്റാത്ത ആളായിരുന്നു ഞാൻ ഇത് വേണ്ടെങ്കിൽ ഇനി യൂട്ടിലൈസ് ചെയ്തു. എനിക്ക് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും നമ്മുടെ കാർഷിക കോളേജ് ആയാലും എല്ലാം സപ്പോർട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ച് ചെയ്യുമ്പോൾ നമുക്കതിൽ പൂർണ്ണമായിട്ടും വിജയിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് കൃഷി കൊണ്ട് മാത്രം എനിക്ക് ഉപജീവന മാർഗം നടത്താൻ പറ്റുന്നുണ്ട്. നമ്മൾ വേണമെന്ന് ചോദിച്ചാൽ പറ്റും. അപ്പോൾ നമ്മളൊരിക്കലും ഒരു കൃഷി ഓഫീസർമാരെ സഹായിക്കില്ല, ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ നമുക്ക് വിചാരിച്ചാൽ ഇന്ന് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് നല്ല വിത്ത് കിട്ടാൻ യാതൊരു പ്രയാസമില്ല. ഹൈബ്രിഡ് വിത്തുകൾ കിട്ടാനുണ്ട്. ഇനി നാടൻ വിത്തുകളാണെങ്കിൽ അങ്ങനെ കിട്ടാനുണ്ട്. ഒരുപാട് കർഷക കൂട്ടായ്മകളുണ്ട്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള സഹായങ്ങളുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അതിന് സൗകര്യങ്ങളുണ്ട്. ഇതിനൊക്കെ ന്യൂനതകളുണ്ടാവും. പക്ഷെ നമ്മുടെ ന്യൂനത മാത്രം അതിൻ്റെ വ്യത്യാസം കൂടി ഉള്ളത്, നല്ല രീതിയിൽ ചെയ്യുന്ന ഉൽപ്പന്നത്തിന് ആവശ്യക്കാരുമുണ്ട്. ഇപ്പോൾ വിഷുവിനോടനുബന്ധിച്ചല്ലേ അവിടെ തണ്ണിമത്തം വിളവെടുത്തത്? ആ സമയത്താണ് തണ്ണിമത്തം വിളവെടുത്തത്. അത് ആവശ്യത്തിന് കൊടുക്കാൻ തികഞ്ഞില്ല എന്നാണ് തോന്നുന്നത്. ധാരാളം ആളുകളായിരുന്നു ആവശ്യപ്പെട്ട് വന്നുകൊണ്ടിരുന്നത്. അത് അല്ലാതെ ഇപ്പം ഞങ്ങൾ തണ്ണിമത്തം കൃഷി ഉണ്ണികൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. തണ്ണിമത്തം കൃഷി ഞാനിവിടെ ചെയ്തപ്പോൾ, ഞാൻ കൃഷിമന്ത്രി ആയിരിക്കുമ്പോൾ കോൾ ഡബിൾ എന്ന് പറഞ്ഞ സ്കീം കൊണ്ടുവന്നു. കൃഷിക്കാരുടെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ നെൽകൃഷി കഴിഞ്ഞിട്ടുള്ള ബാക്കി ഒരു 120 ദിവസത്തിനിടയിൽ നമുക്ക് പിന്നെ എന്താ പറയുക ഷോർട്ട് ഡ്യൂറേഷൻ പിന്നെ കൃഷി ചെയ്യാം അവിടെ. അപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. ഇടനിലയായിട്ട് അപ്പോൾ പ്രൊഡക്ഷൻ വർദ്ധിക്കും. അപ്പോൾ അതിപ്പോൾ വെറുതെ എടുക്കുകയാണ്. അവിടെ വെള്ളം ചിമ്മിണി ഡാമിലെ വെള്ളം നമ്മുടെ കനാലുകളിലൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ശാസ്ത്രീയമായി യൂട്ടിലൈസ് ചെയ്തിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ ആരും അത് അക്സെപ്റ്റ് ചെയ്യാനൊന്നും തയ്യാറായിരുന്നില്ല. ഇപ്പം ഞാൻ മന്ത്രി സാർ മാറിയ ശേഷമാണ് ഞാനൊരു വി.കെ. മോഹൻ കാർഷിക സംസ്കൃതിയെ കൂടി ചേർന്ന് ഞങ്ങളൊരു 5-10 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്ത് വളരെ സക്സസ് ആയി. ഇപ്പോൾ വേറെ പാടശേഖരക്കാർ തയ്യാറായിട്ട് വന്നു. ഇനി അടുത്ത കൊല്ലം കുറച്ചുകൂടി ആൾക്കാർ വരും. അപ്പോൾ അതിൽ കുറച്ച് ലാഭകരമാണ്. കുറച്ച് നന്നായി ചെയ്ത് നല്ല ലാഭകരമായിട്ട് കൊണ്ടുപോകുന്നത്. മാർക്കറ്റിനൊരു പ്രോബ്ലം ഇല്ല. കാരണം നമ്മൾ വിചാരിക്കും തമിഴ്നാട്ടിൽ നിന്ന് ഇഷ്ടംമാതിരി വരുന്നുണ്ടല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് വന്നോട്ടെ. തമിഴ്നാട്ടിൽ നിന്ന് ഇത് വരുമ്പോഴും നമ്മുടെ സ്വന്തം നാട്ടിലെ ഡിമാൻഡ് ആളുകൾക്ക് വലിയ താല്പര്യമുണ്ട്. കാരണം ആളുകൾ കുറച്ചും കൂടി ഹെൽത്ത് കോൺഷ്യസ് ആണ്. അവർ വാങ്ങുന്ന സാധനങ്ങൾ നല്ലത് വാങ്ങുന്ന ആൾക്കാരുണ്ട്. എന്നാൽ കാശില്ലാത്തതുകൊണ്ട് വേറെ പച്ചക്കറി ഇപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലുണ്ടാക്കുന്ന പച്ചക്കറി തമിഴ്നാടിൻ്റെ വിലയ്ക്ക് തന്നെ ചിലപ്പോൾ കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. അത് സമനിലയായിട്ട് മാറുന്ന പോലെ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലാണ് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഉണ്ണീഷൻ പറഞ്ഞ പോലെ നമ്മുടെ ധാരണ ഇത് ഒരു കൃഷിക്കാരൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ നാനാ വശങ്ങളെ സംബന്ധിച്ച് നന്നായി മനസ്സിലാക്കി അതിൽ നിൽക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പല നെൽകൃഷിക്കാരുടെയും ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ല് കൃഷി ചെയ്യുന്ന പല ആൾക്കാരും ആ കൃഷി പലരെ ഏൽപ്പിച്ച് പാടത്ത് പോലും പോകാത്ത ഒരുപാട് കൃഷിക്കാരെ നമുക്കറിയാം. എന്നാൽ പാടത്ത് സ്ഥിരമായിട്ട് പോകുന്ന കൃഷിക്കാരുണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ കൃഷിയായിട്ട് കൊണ്ടു നടക്കാനും അതിൻ്റെ വിത്ത് മുതൽ അതിൻ്റെ മാർക്കറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റി ഒരു കൃത്യമായ ധാരണയിൽ നമ്മൾ പോവുകയാണെങ്കിൽ
നമുക്ക് എവിടെയെങ്കിലും നമുക്ക് സാധനങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ അത് റേസ് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യം കൃഷി എന്തോ നഷ്ടമാണ്, കൃഷിയിൽ രക്ഷയില്ല എന്ന നിലയിലുള്ള പ്രചരണം നമ്മൾ അവസാനിപ്പിക്കണം. കൃഷിയിൽ ഒരുപാട് ഏത് വിഷയത്തിലെ പ്രശ്നമില്ലാത്തത്. നിങ്ങളിപ്പോൾ ഒരു ചായക്കട നടത്തുന്ന പ്രശ്നമൊന്നുമില്ലേ? നിങ്ങൾ ഒരു പിന്നെ ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ നടത്തുമ്പോൾ പ്രശ്നം കോമ്പറ്റീഷൻ ഒന്നുമില്ലേ? നിങ്ങൾ പോട്ടെ, നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു IT ബിസിനസ് നടത്തുന്നത് ഇപ്പം ഞാൻ IT രംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എത്ര ശമ്പളം കിട്ടുന്നുണ്ട്, അവരെത്ര സമയം ചിലവഴിക്കുന്നുണ്ട്? ഞാൻ ചോദിക്കട്ടെ, അവരുടെ കുടുംബജീവിതം പോലും ഇല്ലാതെ IT രംഗത്ത് നിൽക്കുന്ന അത്ര ആൾക്കാരുണ്ട്. അപ്പോൾ IT മോശമാണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ടൂറിസം ഭയങ്കര സംഭവമാണെന്ന് നമ്മൾ പറയും. ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എത്ര ആൾക്കാർ സംതൃപ്തമായിട്ടുള്ള സമ്പത്തുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്? ഇതിന് കൃഷി. അപ്പോൾ കൃഷി മാത്രമാണ് ആകെ തകർന്നു കിടക്കുന്നത് എന്നുള്ള നിലയിൽ നമ്മൾ പറയുന്നത് കൃഷിയോടുള്ള ഒരു പിന്നെ കൃഷിയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിന് തലമുറയെ തടയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി എനിക്ക് തോന്നുന്നത് മറ്റേത് പ്രൊഫഷനേക്കാളും കൃഷി ശരിയായ രീതിയിൽ നമ്മൾ വരികയാണ് നമ്മുടെ തലമുറ അടുത്ത ഒരു 10 കൊല്ലം, എൻ്റെ ഒരു മനസ്സിലെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു 10 കൊല്ലത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിലെ ഒരു നല്ല വിഭാഗം ചെറുപ്പക്കാർ കൃഷിയും കാർഷികാനുബന്ധ വാല്യൂ അഡീഷൻ രംഗത്തേക്കും വരണം. അതിന് വൈകിയൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ കൃഷി മാത്രമല്ല, കൃഷി രംഗത്ത് ഒരുപാട് ടെക്നോളജി, ഇപ്പോൾ ഡ്രോൺ ഞങ്ങളുള്ള സമയത്ത് കൊണ്ടുപോകും. ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ അവർ കൃഷി ചെയ്യേണ്ടത് അതിൻ്റെ ഭാഗമാണ് ഡ്രോൺ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മാർക്കറ്റിംഗ് രംഗം, ഓൺലൈൻ മാർക്കറ്റിംഗ് അടക്കമുള്ള കാര്യം ചെയ്യാൻ ഏറ്റവും വൈഭവമുള്ളത് ചെറുപ്പക്കാർക്കാണ്. അവർക്ക് കടന്നു വരാൻ പറ്റും. അപ്പോൾ കാർഷിക രംഗത്ത് ഈ പറയുന്ന ടൂറിസത്തിലും IT രംഗത്തും ഒക്കെ ഉണ്ടാകുന്ന സംഗതി ഇവിടേക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ചെറുപ്പക്കാർക്കാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഇവിടേക്ക് ഇപ്പം മണ്ണിൻ്റെ ശാസ്ത്രീയമായ പരിശോധന അത് നടത്താൻ കഴിയുന്ന നല്ല ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഇവിടെ pH വാല്യൂ കറക്റ്റാണോ, അപ്പോൾ അതിനകത്തുള്ള നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി എവിടെയെങ്കിലും ഉണ്ടോ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇതൊക്കെ നന്നായി മനസ്സിലാക്കാൻ ചെറുപ്പക്കാർക്ക് കഴിയും. അതൊക്കെ ആ രീതിയിലേക്ക് വരും. അപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് ഇപ്പോൾ ഏതൊക്കെയാണ് സാധനം, ഇപ്പോൾ നമ്മൾ പല മാർക്കറ്റിനെ പറ്റി പറയും. നമ്മളിപ്പോൾ പല ആൾക്കാർ പല മാർക്കറ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഈ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുകയും മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രംഗത്തേക്ക് ചെറുപ്പക്കാർ കടന്നു വന്നുകൂടാന്ന് ഞാൻ ചോദിക്കുന്നത്. എന്താ മോശപ്പെട്ട കാര്യമാണോ? ഇപ്പോൾ ഇവിടെ ഒരു ടീമുണ്ട്, മലപ്പുറം വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് അവർ ആ രംഗത്തേക്ക് വരുന്നത്. ഞാൻ അവർ ഒന്നായി പ്രോത്സാഹിപ്പിച്ച കുട്ടികളാണ്. അവർ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നവരിൽ നിന്ന് വാങ്ങി അത് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന രീതിയിലൊരു ടെക്നോളജി ഉപയോഗിച്ച് ഒരു 5-10 രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്നുള്ള സാധനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. അവർ കൂവപ്പടി കയറ്റി അയക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഒരുപാട് വിളകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ നാട്ടിലുള്ള ഈ ഹണി, കൂവ അങ്ങനെയുള്ള പല വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഇതുകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് അത് നല്ല പാക്കുകളിലാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് സംരംഭങ്ങൾ ആരംഭിക്കാനും ആ സംരംഭങ്ങൾ വളരുമ്പോൾ അതിനാവശ്യമായിട്ട് റോ മെറ്റീരിയൽ എന്നതിൽ കാർഷിക ഉൽപ്പന്നം ഉണ്ടാക്കാനൊക്കെ കഴിയുന്ന ഒരു ശൃംഖല ഇവിടേക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അത് വളർത്തിയെടുക്കുന്നുണ്ട്, എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനൊക്കെ അതാണ് ചെയ്തത് നമ്മുടെ കാലത്തൊക്കെ. അപ്പോൾ ചെറുപ്പക്കാരുടെ ഭാഗത്ത് നിന്ന് കൃഷിയിലേക്ക് വരുന്നില്ല എന്ന് പറയുന്നതിന് കാരണം കൃഷി എന്തോ അപകടകരമായിട്ടൊരു മേഖലയാണ്, ഇതിവിടെ രക്ഷയൊന്നുമില്ല, വെറും അധ്വാനം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. എവിടെ അധ്വാനം ഇല്ലാത്തത്? IT മേഖല 12,000-14,000 രൂപ, വെറും 12,000-14,000 രൂപ മാത്രം ശമ്പളം മേടിച്ചിട്ട് ഇത് കിട്ടുന്ന ആളുകൾ എനിക്കറിയാം. വളരെ ചെറിയ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഷോപ്പുകളിൽ പോയിട്ട് ജോലി എടുക്കുക, 7,000-8,000 രൂപയ്ക്ക് ഷോപ്പിൽ പോയി ജോലി എടുക്കുന്ന ആൾക്കാരുണ്ട്. ഷോപ്പിനകത്ത് പോയിട്ട് കഷ്ടപ്പെട്ട് വരുന്നത്, രാവിലെ 8 മണിക്ക് പോയാൽ വൈകുന്നേരം 7 മണി വരെ വർക്ക് ചെയ്താൽ അവർക്ക് കിട്ടുന്നത് എത്രയാണ്? 8,000-9,000. ഇപ്പോൾ ആ സമയത്ത് നേരത്തെ കർഷകത്തൊഴിലാളിയുടെ കാര്യം പറഞ്ഞില്ലേ, 850 രൂപ മുതൽ 1,200 രൂപ വരെയാണ് അവർക്ക് കിട്ടുന്നത്, കൂലി കിട്ടുന്നത് കർഷകത്തൊഴിലാളിയാണ്. ശ്രീ സുധീഷ് ഗുരുവായൂരിലേക്ക്, അവിടെ ഒരു ഇഷ്ടത്തിൻ്റെ മുകളിൽ, ഒരു പാഷൻ്റെ മുകളിൽ കൃഷി തുടങ്ങി. ആദ്യകാലത്ത് സർക്കാർ സംവിധാനങ്ങൾ പോലും ഒന്നും സപ്പോർട്ടൊന്നും ആയിട്ടല്ല തുടങ്ങിയത്. പക്ഷെ പിന്നീട് അതേ സർക്കാർ തന്നെ ഇത് സന്ദർശിച്ച് വലിയ ആശ്ചര്യം രേഖപ്പെടുത്തുകയും പല രീതിയിലുള്ള ഇതുപോലെ മറ്റിടങ്ങളിൽ ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചൊക്കെ ഈ വാർത്തകളുണ്ടായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ ആരും സപ്പോർട്ടില്ലാതെയാണ് നമ്മൾ ഇതിലോട്ട് എത്തിയത്. അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്കൊരു ആശ്ചര്യം. കാരണം നമ്മൾ മണലിൽ തന്നെ നെൽകൃഷിയും പച്ചക്കറികളൊക്കെ വിളയാൻ പറ്റുമെന്നുള്ളൊരു ഇതുണ്ടല്ലോ. ഇപ്പോൾ അവർക്ക് മനസ്സിലായി. ഏത് വർഷത്തിലായിരുന്നു? 2012 എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. അത് ഏറ്റവും വലിയ വെണ്ടയ്ക്കയാണ്. എനിക്ക് 17 ഇഞ്ചായിരുന്നു അതിന് വലുപ്പം. അത് വേണമെന്ന് വെച്ചിട്ടുള്ളതല്ല, അതൊരു എന്തോ ഒരു ഭാഗ്യം കൊണ്ടുണ്ടായത്. അതിൽ നിന്ന് തുടങ്ങുന്നത് കൃഷിയിലേക്ക്. കാരണം അന്ന്
KP മോഹൻ സാറായിരുന്നു, കൃഷി മന്ത്രിയായിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു ആ ന്യൂസ്, വെണ്ടയ്ക്കയുടെ ന്യൂസ് ഏഷ്യാനെറ്റ് അങ്ങനെ ചാനലിൽ വന്നു, റൗണ്ടപ്പിൽ വന്നിട്ട് അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഉമ്മൻചാണ്ടി സാർ അങ്ങനെ അറിഞ്ഞിട്ട് തന്നെ ഇതിലേക്ക് സജഷൻ ചെയ്യുക, ഇങ്ങനെ വിളിച്ചു കോൺടാക്ട് ചെയ്തു. അന്ന് സംസ്ഥാന അവാർഡിന് വേണ്ടി കോട്ടയത്തായിരുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങനെ തുടങ്ങി കൃഷി പച്ചക്കറികൾ തുടങ്ങി, ഒഴിവ് സമയങ്ങൾ ചെറിയ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനസ്സ് ഇതിൻ്റെയൊക്കെ. ഇപ്പോൾ നാട്ടിലുള്ള സമയത്തൊന്നും എനിക്കൊന്നും അതിന് വേണ്ടി താല്പര്യം ഉണ്ടായില്ല, കൃഷി കുടുംബം അല്ലായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള ഒഴിവ് സമയങ്ങളിൽ നമ്മൾ ചെറുതായിട്ട് കൃഷി പഠിച്ചെടുക്കുകയായിരുന്നു. പിന്നെ ഫുൾ ടൈം ഇതിലോട്ട് വരികയാണ്. ഇപ്പോൾ നെൽകൃഷിയും പച്ചക്കറിയൊക്കെ ആയിട്ട് ഹൈഡ്രോപോണിക്സ് പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ കർഷകർ എന്ന് പറയുമ്പോൾ ആ പഴയ ഒരു ആളുകളുടെ ഒരു ധാരണ എന്ന് പറയുന്നത് കർഷകർ എന്ന് പറയുമ്പോൾ ആ മുഷിഞ്ഞൊരു വേഷവും അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അത് എനിക്ക് മാറ്റിയെടുക്കാനായിട്ട് എനിക്ക് ഒരു പരിധി വരെ തോന്നും. കാരണം സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ കൃഷി ചെയ്യുന്ന സമയത്ത് ഞാൻ മുണ്ടും കയ്യിലും കൊടുത്തിട്ടാണ് ചളിയിലേക്ക് ഇറങ്ങിയിട്ടൊക്കെ ചെയ്യാറ്. അത് കഴിഞ്ഞാൽ എൻ്റേതായ സ്റ്റൈലിൽ ഇതേപോലെ കൂളിംഗ് ക്ലാസ്സും വെച്ചിട്ടാണ് ഓരോ സ്കൂളുകളിലും മീറ്റിങ്ങിലും ഒക്കെ പോകാറുള്ളത്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ചോദിച്ചായിരുന്നു ആ വീഡിയോ സ്ക്രീനിൽ കണ്ടപ്പോൾ, സാറ് ആൾ തന്നെയാണോ ഇത് എന്നുള്ള ഇതിൽ. കാരണം അവരുടെ ഒരു സംശയമാണ്. കാരണം അവരുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകുന്നത് കൃഷിക്കാരെന്ന് പറയുമ്പോൾ ആ ചേറും ഒക്കെ ആയി അങ്ങനെ ഒരു രീതിയിലാണ്. മറ്റുള്ള ആളുകളെയും ഇതിലോട്ട് കൊണ്ടുവരാനായിട്ട് പുതുതലമുറ പറ്റുന്നുള്ളൊരു എനിക്ക് അങ്ങനെ ഒരു ശ്രമം ഞാൻ നടത്തിയിരുന്നുണ്ട്. ഒരുപാട് ആളുകൾ സ്കൂളുകളിൽ ടൂർ പോലെ നമ്മൾ വരുന്നുണ്ട്, വയലും പാടവും നോക്കാനും ചളിയിൽ ഇറങ്ങാനും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. കാരണം അത് തന്നെ അങ്ങനെ ഒരു മേഖല എത്തിക്കാൻ പറ്റും. ഗ്രീൻ ഹെവൻ എന്ന് പറഞ്ഞൊരു പേര് തന്നെ അങ്ങനെ നല്ല ഇതാണ്. അപ്പോൾ അവിടെ നമ്മൾ മലയാളീസ് മാത്രമല്ല, ഒരുപാട് ആളുകൾ വന്നിട്ട് വെള്ളി ശനി ഞായർ ഒരു നല്ല തിരക്കാണ്. കാരണം അവർ വന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ എന്ത് ജോലി ആയിക്കോട്ടെ, സുനിലേട്ടൻ പറഞ്ഞ പോലെ IT മേഖല ആയിക്കോട്ടെ, എന്തായാലും അവർക്ക് ഒരുപാട് സ്ട്രെസ്സ് ടെൻഷൻ. അപ്പോൾ ആ ടെൻഷനും സ്ട്രെസ്സൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് കൃഷി വളരെ ഉപകാരപ്രദമാണ്. നാടിന്റെ ചെറിയൊരു രൂപം ഞാനൊരു ഗ്രാമമാണ് ക്രിയേറ്റ് ചെയ്തത്. പറയുമ്പോൾ ഞാൻ എൻ്റെ ഗുരുവായൂരാണ്, എനിക്ക് ഞങ്ങളുടെ നാട് ഗ്രാമമൊന്നുമല്ല. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു ഇമാജിനാണ്, എൻ്റെ മനസ്സിലുള്ള സംഭവം കേരളത്തിൽ നിന്ന് എവിടെയോ ഒരു ഗ്രാമം അവിടെ ക്രിയേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ചായക്കട ഉണ്ട്, കാളവണ്ടിയുണ്ട്, വയലുണ്ട്, പാടമുണ്ട്, വരമ്പുകളുണ്ട്. അങ്ങനെ ഒക്കെ ഒരു 5.5 ഏക്കറിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് ഞാനത്. കാരണം തിരക്കെന്ന് പറഞ്ഞാൽ ഇതാണ്, ആൾക്കാർക്ക് വന്ന് നാട്ടിൽ പോകണ്ട, ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്യാനും അവർക്ക് മനസ്സൊന്ന് കുറച്ച് 1-2 മണിക്കൂർ ഇരുന്ന് അവിടെ ഇരുന്ന് പാടത്തൊക്കെ നടന്ന് മനസ്സ് നിറഞ്ഞിട്ട് പോകാറുണ്ട്. അത് കണ്ടപ്പോൾ ഇത് തന്നെ നമുക്കൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി എനിക്ക് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അത് കണ്ടിട്ടാണ് സർക്കാരും ഇപ്പോൾ നല്ലൊരു സപ്പോർട്ട്. ഇപ്പോൾ നെൽകൃഷിക്ക് ചെയ്യാൻ തുടങ്ങി അവിടെ ദുബായിലൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നെൽകൃഷിക്ക് തുടങ്ങാനാണ്. ഈ ഫാം ടൂറിസം ശരിക്കും വലിയൊരു സാധ്യതയാണല്ലേ നമ്മുടെ കേരളത്തിൽ? വളരെ വലിയ സാധ്യതയാണ്. നമ്മുടെ ഫാം ടൂറിസത്തിന് ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് നമുക്കൊരു ഫാം ടൂറിസം ഇതിനകത്ത് കൃഷിയെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് അവിടെ താമസിക്കുകയും ഈ കൃഷിയിൽ ഏർപ്പെടാനും കഴിയുന്ന ഇപ്പോൾ അവിടെ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ അവരെ കൂടെ നിൽക്കുന്നു, അവരവിടെ ആ സാധനം ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നു. അപ്പോൾ പശു ഉണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ആ പശുവിന് കറന്നിട്ടാണ് പാലുണ്ടാകുക. ഇപ്പോൾ ഞാൻ ഈ കുട്ടികൾക്ക് നെൽകൃഷി പാടമെന്ന് പാടത്തേക്കുന്ന പരിപാടി തുടങ്ങുന്നത് തന്നെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ നെല്ല് കൃഷിയൊക്കെ നെൽകൃഷിയൊക്കെ അങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ ഈ നമ്മുടെ ഈ ഇവിടുത്തെ സ്കൂളിൽ ഈ വാടാനപ്പള്ളിയിലെ ഏതൊരു സ്കൂളിൽ കമലാ നെഹ്റു സ്കൂളാന്ന് തോന്നുന്നു, ഒരു വാർത്തയും തൃത്തല്ലൂർ സ്കൂളിലാണ് ഒരു വാർത്തയും വായിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു കുട്ടി മാഷോട് ചോദിച്ചു എന്തിൽ ഈ നെല്ല് ഏത് മരത്തുമുണ്ടാവണമെന്ന് ചോദിച്ചു ഒരു കുട്ടി. എന്നുവെച്ചാൽ ആ കുട്ടി ജീവിതത്തില് പാടം കണ്ടിട്ടില്ല, ഇപ്പോഴും അങ്ങനെ ചോദിക്കുന്ന കുട്ടികൾ. അപ്പൊ ഏത് മരത്തും അരിയെന്ന് അറിയാത്ത കുട്ടികളുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാല് നമ്മുടെ കുട്ടികൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ടി പോകും. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളന്ന് ചിന്തിച്ചത് 10ാം ക്ലാസ് കഴിയുമ്പോൾ ഒരു കുട്ടി കൃഷിയെപ്പറ്റി പഠിക്കാതെ ഒരു കുട്ടി 10ാം ക്ലാസ് പാസ്സാകാൻ പാടില്ല. അപ്പോൾ അവന് സിലബസിൽ കൃഷി ഉണ്ടാവണം എന്നൊക്കെ നമ്മളന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും നമ്മുടെ ഈ കരിക്കുലം കമ്മിറ്റികളൊന്നും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നുള്ളതൊരു നിർഭാഗ്യകരമായ കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എത്രയോ കാര്യങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നു. അതിന് പകരം നമ്മളിപ്പോൾ കൃഷിക്ക് ഒരു ക്ലബ്ബ് ഉണ്ടാക്കുന്ന മെമ്പർമാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ ഈ കോൺവെന്റിലെ ടീച്ചർമാരും നഴ്സുമാരൊക്കെ എല്ലാ കുട്ടികളും ഒരു ഗ്രേസ് മാർക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ ഗ്രേസ് മാർക്കിന് വേണ്ടി കുട്ടികളൊക്കെ കൃഷിയിലേക്ക് ഇറങ്ങും. കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടും തോന്നിയാൽ അവർ ഇറങ്ങുള്ളൂ.
അപ്പോൾ അതൊക്കെ അന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. പക്ഷെ അത് നിയമപരമായ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിലും പാടത്തേക്ക് കൊണ്ടുവന്ന അതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അതിന്റെ തുടർച്ച ഉണ്ടാവുന്നില്ല, അതാണ് ഉണ്ടാവുന്നില്ല. അത് ഏറ്റവും വലിയ ഡ്രോബാക്ക് അതാണ്. ഒരു ഗവൺമെൻറ് മാറി വേറെ ഗവൺമെൻറ് വന്നാലും, ഉദ്യോഗസ്ഥൻ മാറി വേറെ ഉദ്യോഗസ്ഥൻ വന്നാലും ഈ തുടങ്ങി വെച്ച പല പദ്ധതികളും ഇല്ലാതായി പോകുന്നു എന്നുള്ളത് വലിയൊരു ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇപ്പോൾ ഈ ഫാം ടൂറിസത്തെ പറ്റി പറഞ്ഞില്ല. നമ്മുടെ ഫാം ടൂറിസം ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ കീഴിൽ തന്നെ 66 ഫാമുകളുണ്ട്. മനോഹരമായ ഫാമുകളാണ്. ഞാൻ നേര്യമംഗലം ഫാം അതുപോലെ ഡെവലപ്പ് ചെയ്തായിരുന്നു. ഇപ്പോൾ കണ്ണൂരിലൊരു ഫാമുണ്ട്. ആ ഫാമിൽ ഇപ്പോഴും ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ കേരളം സന്ദർശിക്കുമ്പോൾ നെഹ്റു വന്ന് താമസിച്ചിട്ടുള്ളൊരു ഫാമാണ് കണ്ണൂരിലെ ഫാം. ആ ഫാം ഇപ്പോഴും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ ലിസ്റ്റിലുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലം. അത്രയും മനോഹരമായിട്ടുള്ള ഒരുപാട് ഫാമുകൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുണ്ട്, കാർഷിക സർവകലാശാലയുടെ കീഴിലുണ്ട്. എന്തിനു പറഞ്ഞ് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതുണ്ട്. അപ്പോൾ ഈ ഫാം ടൂറിസത്തിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ്. ഐഡിയൽ ക്ലൈമറ്റാണ് നമ്മുടെ കേരളത്തിലെ പോലെ. ഇപ്പം ഞാനൊരു കാര്യം പറയാം, കേരളം രക്ഷപ്പെടണമെങ്കിൽ ഞാൻ വിവാദപരമായ കാര്യമായിട്ട് പറയുന്നതല്ല, നമ്മുടെ ഭൂപരിഷ്കരണ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഭേദഗതി കൊണ്ടുവരണം എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. അതായത് എന്ത് ഭേദഗതി? ചിലപ്പോൾ നമ്മുടെ ഈ പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറയുന്നത് തേയില, കാപ്പി, റബ്ബർ, പിന്നെന്താണ് ഏലം, കശുമാവ്, 5 ക്രോപ്സാണ്. അതിൻ്റെ കൂടെ ഒരു 4-5 ഫ്രൂട്ട്സ് കൂടെ നമ്മൾ ഐറ്റം, ഇപ്പോൾ റംബുട്ടാൻ, അവക്കാഡോ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസും കൂടി നന്നായി വിളയുന്ന തെളിഞ്ഞു. പിന്നെ നമുക്ക് അത് വിളയിക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റേഷൻ ഇപ്പോൾ 1000 ഹെക്ടറുള്ള ഒരു പ്ലാന്റർക്ക് ഒരു 200 ഹെക്ടർ സ്ഥലത്ത് അവക്കാഡോ വെച്ച് പിടിപ്പിക്കാൻ തീരുമാനിച്ചാൽ 10 ഇരട്ടിയാണോ ലാഭം? ലോകത്തിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള കൃഷിക്കാരെന്ന് പറഞ്ഞാൽ അവക്കാഡോ കൃഷിക്കാരാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുന്നതാണ്. റംബുട്ടാൻ നമ്മുടെ നാട്ടിലുണ്ടാവും, മാങ്കുസ്റ്റുണ്ടാവും. നമ്മുടെ 10 വീടുകളിൽ 5-10 തൈ വെച്ചിട്ട് കാര്യമില്ല. ഈ അപ്പോൾ പ്രൊഡക്ഷൻ വിസിബിൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും, മാർക്കറ്റബിൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ ഈ ഇതിനെ മാറ്റണം. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളന്ന് പറഞ്ഞത് ഇവിടെ പിന്നെ വീര്യം കുറഞ്ഞ വൈൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാവണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈ മൈനർ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഫ്രൂട്ട്സാണ് ഇവിടെ, മേജർ ഫ്രൂട്ട്സ് അല്ല. ഇപ്പോൾ വാഴപ്പഴം, ചക്ക, ഈ ഉൽപ്പന്നങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വൈൻ ഉൽപ്പാദിപ്പിക്കാൻ, പൈനാപ്പിളും ഉണ്ടായിരുന്നില്ല, പൈനാപ്പിള്. അപ്പോൾ അങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പ്രൈവറ്റ് സംരംഭങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ സംരംഭങ്ങൾ വന്നാൽ ഈ ചെറുപ്പക്കാരൊക്കെ വാല്യൂ അഡീഷനിലേക്ക് വരും. ഇവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഈ ഇപ്പോൾ ചക്കയിൽ നിന്നും മാമ്പഴത്തിൽ നിന്നും ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട്. ഇതിൽ വേറെ മറിച്ച് ഇപ്പോൾ സർക്കാർ സംവിധാനത്തിൽ കീഴിൽ തന്നെ ചക്ക സംസ്കരണം, മാങ്ങ സംസ്കരണം എന്ന രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ അത് എവിടെയാണോ അത് കിടക്കുന്നത്? പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ നന്നായി സാധനം കൊണ്ടുവന്ന് അടുത്ത ദിവസം വന്നപ്പോൾ അത് അതിൻ്റെ ഇതിൽ പോയി. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വാഴപ്പഴം, പൈനാപ്പിൾ, അല്ല പിന്നെ ഹണി പാർക്ക്, അവിടെ ഇതുവരെ അതിൻ്റെ ഫുൾ സ്ട്രെച്ചിക്ക് വരാൻ പറ്റിയിട്ടില്ല. കണ്ണാറയിലത്തെ അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ 10,000-4,000 വരുന്ന ഹണി ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരുടെ. ഒരിക്കലും ഞാൻ ഓർക്കുകയാണ്, ബജറ്റിൽ CN ബാലകൃഷ്ണൻ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് തോന്നുന്നു തൃശ്ശൂരിലൊരു ശീതീകരണ സംവിധാനം, പച്ചക്കറി വലിയ രീതിയിൽ ശക്തന്മാർക്കോട് ചേർന്ന് ആ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അല്ല ഇത് മുകേഷേ, നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മറ്റേയല്ല ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ശീതീകരണ സംവിധാനം കൊണ്ടുവന്ന ആ ശീതീകരണ സംവിധാനം എടുക്കുള്ളൂ. നമുക്ക് കേരളത്തിലെ കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള വേൾഡ് മാർക്കറ്റുകളിൽ മുഴുവൻ ശീതീകരണ സംവിധാനമുണ്ട്. ആ ശീതീകരണ സംവിധാനത്തിലൊക്കെ ഞാൻ പോയി പരിശോധിക്കുമ്പോൾ എന്തായിരുന്നു പറയാം, ഈ അവിടെ പ്രൈവറ്റ് കമ്പനികളുടെ ചോക്ലേറ്റും മറ്റും വെച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഈ നമുക്ക് വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ എല്ലാത്തരം സാധനങ്ങളും സൂക്ഷിച്ചു വയ്ക്കേണ്ട വെയർ ഹൗസുകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ ഒരു ബൾക്ക് പ്രൊഡക്ഷനിലേക്ക് പോകുന്ന കൃഷിയിലേക്ക് നമ്മളിനി വന്നേ മതിയാകും. അതിനുതകുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവരാൻ നമ്മളൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ എങ്ങനെയാണ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക, അതിന് വാല്യൂ അഡീഷനിലേക്ക് വരിക, വാല്യൂ അഡീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ സിന്തൈറ്റ് എന്ന് പറയുന്ന കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ ഈ സത്ത് ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ഇപ്പോൾ മഞ്ഞളിൻ്റെ കുറുക്കുമീൻ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ ഈ ഏലത്തിൻ്റെ എസൻസ്, കുരുമുളകിൻ്റെ എസൻസ്, കുടപ്പുളിയുടെ എസൻസ് ഒക്കെ ഉണ്ടാക്കുന്ന വലിയ കമ്പനിയാണ് അവർ. ലോകത്തിലെ നമ്പർ 1 ആണ് അവർ. ആ ഫാക്ടറി കേരളത്തിലാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറി നമ്മുടെ കേരളത്തിലാണ്. അവർക്ക് ഒരു വർഷം 20,000 മെട്രിക് ടൺ മഞ്ഞൾ വേണം.
അവർ വാങ്ങുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും നല്ല കുറുക്കുമീൻ ഉണ്ടാകുന്ന മഞ്ഞളുണ്ടാകുന്ന സ്ഥലം ഒന്ന് കേരളമാണ്. പക്ഷെ 1 കിലോ മഞ്ഞൾ പോലും അവർ കേരളത്തിൽ നിന്ന് വാങ്ങില്ല. ഇവിടുത്തെ കർഷകർക്കും ഇൻഡസ്ട്രി തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ളത് ഇവിടെ ഉൽപ്പാദിപ്പിക്കാനും അവരുടെ ക്വാളിറ്റി അനുസരിച്ച് അവരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് റെഗുലർ സപ്ലൈ കിട്ടുന്ന ഉറപ്പാകുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻ ഒരു പ്ലാനിങ് ഉണ്ടാവണം. അത് കൃഷി വകുപ്പ് മാത്രം ഉപയോഗിച്ചാൽ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ പ്ലാനിങ് ബോർഡ് ഉണ്ടല്ലോ, നമ്മുടെ പ്ലാനിങ് സംവിധാനം, എൻ്റെ മന്ത്രി ഇരുന്ന ഒരു അനുഭവം വെച്ച് പറയാം. നമ്മുടെ പ്ലാനിങ് ബോർഡിന് നമ്മുടെ കേരളത്തിലെ കൃഷിയെ സംബന്ധിച്ച് ഇപ്പോഴുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വരണമെന്ന് അഭിപ്രായക്കാരൻ ഞാൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃഷിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ മറ്റ് ടൂറിസത്തിനോ IT-ക്കോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ അതിനേക്കാൾ കൂടുതലായി നമ്മളൊരു 5 വർഷം നമ്മൾ നല്ല ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൃഷിയിലേക്ക് കൊണ്ടുവന്നാൽ റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതെ കൃഷിയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബേസിക്കായിട്ട് പ്രശ്നം അതാണ്. ഇപ്പം നമ്മുടെ ഓൺഗോയിങ് സ്കീമുകൾ ഇപ്പോൾ തെങ്ങ് തൈ വയ്ക്കാൻ തീരുമാനം, കുറേ തെങ്ങ് തൈ കൊടുത്തു. ഇതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇത് കൃത്യമായ രീതിയിൽ നമ്മുടെ ഈ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ആദ്യം ഈ നയപരമായ മാറ്റം വരുത്തി. ഇപ്പോൾ നമ്മൾ പ്ലാന്റേഷൻ മേഖലയിൽ ഫ്രൂട്ട്സ് കൃഷി ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതിനൊരു വലിയ സ്കീം നമ്മൾ ഇവിടുത്തെ ഫ്ലോറിക്കൾച്ചർ കേരളത്തിൻ്റെ ഈ ക്ലൈമറ്റ് കണ്ടീഷൻ അനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നെതർലാൻഡ് ഗവൺമെൻറ്റായിട്ട് സെൻറ്റർ ഓഫ് എക്സലൻസ് ഉണ്ടാക്കിയിരുന്നത്. അതുപയോഗിച്ച് നമ്മളോട് 10-350 കൃഷിക്കാരുണ്ട്, ഒരുപാട് പിന്നെ ഫ്ലോറിക്കൾച്ചർ ചെയ്യുന്ന ആൾക്കാർ. അവരെയൊക്കെ നമ്മൾ പരിശീലിപ്പിച്ച് ലോകത്തിലെ നമ്പർ 1 സാധനങ്ങൾ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്ത് ഫ്ലോറിക്കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ അപ്പിക്കൾച്ചർ എന്ന് പറയുന്ന നമ്മുടെ തേൻ കൃഷി, ഇങ്ങനെയുള്ള പല മേഖലയിലും വൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൃഷിയും ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്ടികളിൽ കൊണ്ടുവന്നുകൊണ്ട് ആ മേഖല ആ രൂപത്തിൽ വികസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രസീവായിട്ട് അല്ലെങ്കിൽ അതിന് പ്രോഗ്രഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ ഒരു 10, 25, 30 കൊല്ലമായിട്ട് ഉണ്ടായിട്ടില്ല. ഇതിൽ എനിക്ക് തോന്നുന്നു ഉണ്ണികൃഷ്ണേട്ടൻ്റെ ഒരു, അതായത് അർഹിക്കുന്ന വില കിട്ടാൻ വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു അത്? അത് നമ്മുടെ കേരളത്തിലെ നാടൻ പച്ചക്കറികൾക്ക് ആവശ്യക്കാർ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഞങ്ങൾ ആ സ്ഥാപനം തുടങ്ങി 20 ഫാർമേഴ്സ് എന്നുള്ളതാണ്. ഒരു 1.5 ടൺ വെച്ച് 1.5 ദിവസം ഇങ്ങനെ പോയി. അപ്പോൾ അത് ആർക്കാണ് സപ്ലൈ? അത് നമ്മുടെ ഇവിടെ നാടൻ പച്ചക്കറികൾ വിൽക്കുന്ന പല ഷോപ്പുകളിലേക്കാണ് നമ്മൾ കർഷകന് വില കൂടുതൽ കിട്ടും. നമ്മളൊരു ഫിക്സഡ് റേറ്റ് തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും നമുക്ക് അതിലേക്ക് സാധനങ്ങൾ കിട്ടാൻ കൊടുക്കാൻ അല്ല, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നില്ല കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിലുള്ള കർഷകരോ അല്ലെങ്കിൽ ബാക്കിയുള്ള കർഷകരെയും നമ്മൾ സഹായിക്കാൻ തയ്യാറാണ്, നമുക്ക് സാധനം കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എക്കോ ഷോപ്പുകൾ മുഴുവൻ ആ ഉദ്ഘാടന സമയത്തൊക്കെ സമൃദ്ധിയുടെ സാധനങ്ങളുണ്ട്. പിന്നെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഡിമാൻഡ് കൂടുതൽ, പ്രൊഡക്ഷൻ കുറവ്. അതെ, അതാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു എന്താ പറയുക, ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ 365 ദിവസം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു വന്നപ്പോൾ എനിക്ക് വീട്ടിൽ വന്നിട്ട് എൻ്റെ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ഷോപ്പുകളുണ്ട്. മാറി മാറി സീസൺ അനുസരിച്ച് മാറിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ നമ്മൾ ഒരു ഫിക്സഡ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 1-2 വർഷത്തേക്ക് അത് അതേ വിലയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഉത്സവ സീസണോ അല്ലെങ്കിൽ ഇത് വരുന്ന സമയത്തൊന്നും നമ്മളവിടെ വില കൂട്ടുന്നില്ല. മാർക്കറ്റിൽ വില കുറഞ്ഞാലും നമ്മൾ ഒരേ വിലയ്ക്കാണ് എന്നും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ കർഷകനെ സംബന്ധിച്ച് അതിൽ നിന്ന് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ഉണ്ടാക്കാൻ പറ്റണം. ഇതിപ്പോൾ എന്നെപ്പോലെ എല്ലാ കർഷകർക്കും ചെയ്യാൻ പറ്റും. ഇത് അതായത് ഒരു മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം നമുക്ക് ഇത് കാർഷിക ഉൽപ്പന്നം ഇല്ലാതെ കൊണ്ട് നടക്കില്ല, ജീവിക്കാൻ പറ്റില്ല മനുഷ്യന്. അതെ, കാരണം 99% ഇതിൻ്റെ മറ്റേ എന്താ പറയുക വാല്യൂ പ്രൊഡക്റ്റാണ് നമ്മൾ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃഷി ഒരിക്കലും അത് എന്താ പറയുക നിർത്താൻ പറ്റാവുന്ന ഒരു കാര്യമല്ല. അത് നിർത്തിയിടച്ചെങ്കിൽ മനുഷ്യൻ്റെ നമ്മുടെ ജീവിതം തന്നെ വഴിമുട്ടിപ്പോണ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ മൾട്ടിനാഷണൽ കമ്പനികൾ മുഴുവനും മാർക്കറ്റിംഗ് കാർഷിക രംഗത്തേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ്? അതാണ് കാര്യം. ഇതിൻ്റെ കാര്യം ഫുഡിൻ്റെ സ്കേഴ്സിറ്റി വളരെ വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ 2 ഇപ്പോൾ ഒരു യൂറോപ്പിലും അതുപോലെ തന്നെ യൂറോപ്പും GCCയിലൊക്കെ പച്ചക്കറി കയറ്റി അയക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നിട്ട് ചോദിക്കും, ഞങ്ങൾക്ക് ഇപ്പോൾ എന്നോട് ചോദിച്ചു, ഈ ഇവിടുത്തെ മൂന്നാറിലുണ്ടാകുന്ന ഒരു തരം ഇതുണ്ട്, മറ്റേ പാഷൻ ഫ്രൂട്ട് ഓറഞ്ച് കളറുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് എത്ര കിട്ടിയാലും ഞങ്ങൾ എത്ര വിലയ്ക്ക് വാങ്ങാൻ തയ്യാറാണ്. ഞാൻ അവിടെ അന്വേഷിച്ചു. അപ്പോൾ അവരെന്നോട് പറയുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു 2 ടണ്ണോ 3 ടണ്ണോ കൊടുക്കും, അത്രേ പറ്റുള്ളൂ. അപ്പോൾ അത് അവിടെ നമുക്ക് അത് ബൾക്കായിട്ട് ഉൽപ്പാദിപ്പിക്കും. ഞാനവിടെ മന്ത്രി സമയത്ത് സ്ട്രോബെറി ഇതൊക്കെ ബൾക്കായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വലിയൊരു ശ്രമം നടത്തിയതാണ്.
അപ്പോൾ അവിടെ നമുക്ക് ഈ നമ്മുടെ ഇതിൻ്റെ ബയേഴ്സായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കേരളം പറയണം, കേരളത്തിലെ കൃഷിക്കാർ ഞങ്ങളുടെ കയ്യിൽ ഇത്ര പ്രൊഡക്ഷൻ ഞങ്ങൾ തരാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായാലും നമ്മളോട് അത് ഉണ്ടാക്കണേ എന്ത് വേണം, ഈ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്ലാനിങ് നമ്മുടെ കേന്ദ്രീകൃതമായ രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാനിങ് ബോർഡിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായ രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ വികേന്ദ്രീകൃതമായ പ്ലാനിങ് പറയുമ്പോൾ തന്നെ കേന്ദ്രീകൃതമായ ലക്ഷ്യത്തോടു കൂടിയൊരു പ്ലാനിങ് നമുക്ക് പദ്ധതി ഉണ്ടാവണം. അത് നമുക്ക് അതിൻ്റെ ഒരു അഭാവം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊരു എന്താ പറയുക, ഒരു വലിയൊരു ഇതിലേക്ക് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ തടസ്സം എന്ന് വെച്ചാൽ അതിനെ ഒരു കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടാവണം, ഒരു മിഷനായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ അത് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോഴാണ്. നമ്മൾ നെൽകൃഷി ചെയ്തപ്പോൾ നമുക്ക് വലിയ മാറ്റം ഉണ്ടായില്ല. ഇപ്പോൾ പച്ചക്കറി കൃഷി നമ്മൾ 20 ലക്ഷം ടണ്ണിലേക്ക് എത്തിക്കാൻ വേണ്ടി വലിയൊരു ഡ്രൈവ് നടത്തിയപ്പോൾ അത് 18-19 ലക്ഷം ഒരു ഓണത്തിനോടനുബന്ധിച്ചുള്ളത്. ഇപ്പോഴത്തെ പച്ചക്കറിയുടെ അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടോ, ഇപ്പോൾ പച്ചക്കറിയുടെ ഉൽപ്പാദനം വളരെയധികം കുറയാണ്, താന്നു. ഇപ്പോൾ കുറച്ച് നമ്മുടെ ഗ്രോ ബാഗും അടുക്കള കൃഷി മാത്രം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാട്ടും നമ്മുടെ പച്ചക്കറിയുടെ ഉൽപ്പാദനം വളരെ കുറവ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ സൗത്ത് ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടറാണ് ശരവണകുമാർ പൊള്ളാച്ചി. അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് കഴിഞ്ഞ വർഷം പോയതിനേക്കാട്ടും എത്രയോ കുറവ് ഈ വർഷം വിത്തുകൾ കേരളത്തിലേക്ക് പോയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മുടെ SK അഗ്രി സുനിൽ ഉണ്ട് ഇവിടെ. അപ്പോൾ അയാളായിട്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഇതേമാതിരി വിത്ത് വളരെ കുറവാണ് ചിലവായിട്ട് പോകുന്നത്. അപ്പോൾ അത് ഇവരൊക്കെ കൊടുക്കുന്ന ഹൈബ്രിഡ് ഇനം വിത്തുകളാണ്. ഈ ഹൈബ്രിഡ് ഇനം കേരളത്തിൽ കുറയാന്ന് വെച്ചാൽ ഈ ഹൈബ്രിഡ് ഇനം കൂടുതലും ചെയ്യുന്നത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന കർഷകരാണ്. അപ്പോൾ അത് കുറേയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളവിടെ അത് കർഷകർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് വരുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ഉൽപ്പാദിപ്പിക്കാനും അത് മാർക്കറ്റ് ചെയ്യാനും പറ്റണില്ല. അപ്പോൾ അതിന് സാമ്പത്തിക നഷ്ടം വരുമ്പോൾ അവർ മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കൃഷിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ വർഷക്കാലത്തായാലും വേനൽക്കാലത്തും ഒരുപോലെ നമുക്ക് ആ ബഡ് ഒന്ന് ഉയർത്തി ചെയ്താൽ നമുക്ക് ഏത് കാലത്തും ഒരുപോലെ കൃഷി ചെയ്യാന്നുള്ളതാണ്. ഇത് നമ്മുടെ കൃഷി എന്താ പറയുക, നമ്മുടെ കേരളത്തിലെ കർഷകർ 1% കുറവ് കർഷകർ മാത്രമേ ഈ മേഖലയിലുള്ളൂ. നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവാത്തതുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ വിളനാശം സംഭവിച്ച കർഷകന് ഒരു കണക്കുണ്ട് സർക്കാരിന്. കുലച്ച വാഴയ്ക്ക് ഇത്ര, ഒരു തെങ്ങിന് ഇത്ര. അത് നാഷണൽ ഡിസാസ്റ്റർ നിയമപ്രകാരമാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ് ആണല്ലോ തീരുമാനിക്കുന്നത്. ഒരു വാഴ നശിച്ചാൽ 5 രൂപ 20 പൈസയാണ് കേന്ദ്ര ഗവൺമെൻറ് നഷ്ടപരിഹാരം. അതൊരു കർഷകനെ അപമാനിക്കുന്ന പോലെയല്ലേ. എന്നിട്ട് അതിനുശേഷം കേരള ഗവൺമെൻറ് ഇപ്പോൾ അതിൽ 94 രൂപ 80 പൈസ കൂട്ടിയിട്ട് 100 രൂപ കൊടുക്കുന്നു. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് തന്നെ 5 രൂപ 20 പൈസയാണ്. ഒരു തെങ്ങ് പോയാൽ 100 രൂപയാണ് കിട്ടുക. ഒരു ജാതി മരം പോയാൽ 600 രൂപയെ കിട്ടുള്ളൂ. ഇത് നെൽകർഷകർ ഒരു ഹെക്ടർ നെൽകൃഷി വെച്ചാൽ 12,500 രൂപയാണ് കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് ഒരു കൃഷിക്കാരന് നഷ്ടപരിഹാരം പിന്നെ നശിച്ചാൽ അതിന് നാഷണൽ ഡിസാസ്റ്റർ കമ്മിറ്റിയുടെ തീരുമാനമാണ്. അപ്പോൾ അതിന് നമ്മൾ വിള ഇൻഷുറൻസ് എന്ന് പറയുന്ന സ്കീം കേരള ഗവൺമെൻറ് നടപ്പാക്കി. സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഈക്വലായി ഷെയർ ചെയ്യുന്ന കാലാവസ്ഥ അധിഷ്ഠിതമായിട്ടുള്ള ക്ലൈമറ്റിൻ്റെ ഇൻഷുറൻസ് ഉണ്ട്. അതിന് ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് എല്ലാ സ്ഥലത്തും കാലാവസ്ഥ മാപിനി 750 സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിളയധിഷ്ഠിതവും കാലാവസ്ഥ അധിഷ്ഠിതവുമായിട്ടുള്ള കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് സംയുക്തമായിട്ടുള്ള ഇൻഷുറൻസുകളും സംസ്ഥാന ഇൻഷുറൻസുകളും ഒക്കെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കൃത്യമായി ഇവിടെ ഉന്മേഷം പറഞ്ഞ പോലെ ഇത് നന്നായി നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഒരു വാഴയ്ക്ക് നമ്മൾ 1 രൂപ അല്ല 3 രൂപയാണ് ഒരു വാഴയ്ക്ക് സ്റ്റേറ്റ് ഇൻഷുറൻസ്. നമ്മളൊരു 1000 വാഴ വയ്ക്കുന്ന 3000 രൂപ ചിലവുള്ളൂ. പക്ഷേ ഞാൻ അന്ന് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു വാഴ നശിച്ചാൽ ആ ഇൻഷുർ ചെയ്തിട്ടുള്ള ഒരു 350 രൂപ കിട്ടും ഒരു വാഴയ്ക്ക്. എന്ത് വാഴയ്ക്ക് മറ്റു വാഴകൾക്ക് 250 രൂപ കിട്ടും. അപ്പോൾ വാഴ നശിച്ച 1000 വാഴ നശിച്ചു പോയി കഴിഞ്ഞാൽ ലാഭമില്ലെങ്കിലും 350 രൂപ മോശമല്ലോ. പൈസ ഒരു വാഴ കൊലച്ച വാഴ നശിച്ചു പോയാൽ 350 രൂപ മോശമല്ലല്ലോ. അപ്പോൾ അത് ഇൻഷൂർ ചെയ്യണം നമ്മൾ. അത് വിളയധിഷ്ഠിത ഇൻഷുറൻസ് ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്ക് വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന് കൂടുതൽ അതും കൂടി ചേരാം. അതിന് പുറമെ നമ്മൾ കാലാവസ്ഥാധിഷ്ഠിതമായിട്ടുള്ള ഇൻഷുറൻസിൽ നമ്മൾ ചേരാം. അപ്പോൾ ചേരുമ്പോൾ രണ്ടും ഒരുമിച്ച് കിട്ടാൻ ക്ലെയിം ചെയ്യാനും കൃഷിക്കാർക്ക് അവകാശമുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലഭ്യമാകുന്ന ഫെസിലിറ്റീസ് എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു സാക്ഷരത വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കൃഷി ഭവൻ വഴി കൃഷിക്കാരെ അത് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ എല്ലാ സ്ഥലത്തും കർഷക സഭകൾ എല്ലാ കൊല്ലം കൂടാൻ തീരുമാനിച്ചൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് കർഷക സഭകൾ ചേരുക. ഏതാ സ്കീം എന്ന് അറിയിക്കാൻ കർഷക സഭകൾ എല്ലാ വർഷവും ഈ തിരുവാതിര ഞാറ്റുവേല സമയത്ത് ചേരണം എന്നൊക്കെ പറയുന്നതിന് കാരണം അതായിരുന്നു. അപ്പോൾ കർഷകരും ഡിപ്പാർട്ട്മെൻറ്റും മെയിൻ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി
അവരുമായിട്ടുള്ളൊരു കണക്ഷൻ നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കാലാവസ്ഥ പ്രവചനം, മാർക്കറ്റിൻ്റെ പ്രവചനം, ഇത് കൃത്യമായിട്ട് കൃഷിക്കാർക്ക് ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലെ കൃഷി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇവിടെ തൃശ്ശൂർ പൂരത്തിന് ഇവിടെ തൃശ്ശൂരിൻ്റെ ഏതൊക്കെ മേഖലയിൽ പച്ചക്കറി ആവശ്യമുണ്ടെന്നുള്ള തമിഴ്നാട്ടിലെ കൃഷിക്കാർക്ക് അറിയാം, അവിടുത്തെ യൂണിവേഴ്സിറ്റിക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഇവിടെ അങ്ങനെ മാർക്കറ്റ് സംബന്ധിച്ചുള്ള ഒരു പ്രവചനം നടത്താൻ കഴിയുന്ന സംവിധാനം ഇപ്പോൾ ശബരിമല സീസണിൽ ഏതൊക്കെ സംഗതികൾ നമുക്ക് അവിടെ ആവശ്യമുണ്ട്. അതുപോലെ ഓരോ പ്രത്യേക സമയത്ത് നമുക്ക് ഏത് ആവശ്യം അതനുസരിച്ച് കൃഷി ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഏതൊക്കെ വരും, ആ സമയത്ത് തമിഴ്നാട്ടിൽ ഏതൊക്കെ സാധനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വില നമുക്ക് കുറയും. അതിന് നമുക്ക് ഇവിടെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ മാർക്കറ്റ് പ്രവചിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. അവർ വർക്ക് ചെയ്യണം. ഇത് നമ്മൾ എത്ര പറഞ്ഞാലും ഞാനിതൊക്കെ നന്നായി കോർഡിനേറ്റ് ചെയ്യാൻ നോക്കിയ ഒരാളാണ് പറയുന്നത്. ഇവർ വർക്ക് ചെയ്യണം. ഇവിടെ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ ഇതിൻ്റെ ക്ലൈമറ്റിൽ ഇതിൻ്റെ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ മാറ്റം ചിലപ്പോൾ തമിഴ്നാടിനെ ബാധിക്കും, കർണാടകനെ ബാധിക്കാനിടയുണ്ട്. അപ്പോൾ ഇവിടെ കൃഷി ചെയ്താൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന സീസണിൽ അവിടെ നിന്ന് ഇന്ന സാധനങ്ങൾ അവിടെ പ്രൊഡക്ഷൻ കൂടുതൽ വരുന്നതാണ്. അപ്പോൾ അത് ഇവിടെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വില ഇടിയും. അപ്പോൾ അതുകൊണ്ട് അതിന് പകരം അവിടെ വരാത്ത സാധനം നിങ്ങൾ കൃഷി ചെയ്യണം. ഇങ്ങനെ കൃഷിക്കാർക്ക് ഇതിനാവശ്യമായ കൊടുത്തുകൊണ്ട് ഒരു കോർഡിനേഷനാണ് ഞാൻ നേരത്തെ തുടക്കത്തിലെ സൂചിപ്പിച്ചത്. അത് തുടങ്ങി വെച്ചു, പക്ഷെ അത് തുടർച്ചയില്ല എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം മുഴുവൻ പറഞ്ഞാലും തീരില്ല. പ്രത്യേകിച്ച് മുൻ കൃഷിമന്ത്രി ശ്രീ സുനിൽകുമാർ, അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആഴത്തിൽ പഠിച്ച് ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കൃത്യമായി തന്നെ ഒരു കർഷകന്റെ മനസ്സോടുകൂടി തന്നെ ഇത് കൃത്യമായി പറയാനും സാധിക്കും. അതുപോലെ ശ്രീ ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ സമൂഹം കൂടി ഇതിൻ്റെ ഉള്ളിലൊന്ന് ഇടപെടണം കർഷകരുടെ കേസിൽ. കാരണം ഇപ്പോൾ നമ്മുടെ ഇവിടെ നാടൻ പച്ചക്കറികൾ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ചാൽ അത് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതിനെക്കാട്ടും ഒരു ചെറിയ എമൗണ്ട് കൂടുതൽ കൊടുത്തിട്ട് വാങ്ങിച്ചെങ്കിലാണ് അത് കർഷകനൊരു ഗുണമുള്ളൂ. വാങ്ങണവനും അത് ഗുണമാണ്. ഇപ്പോൾ കർഷകൻ ഇപ്പോൾ സമൂഹം ഇപ്പോൾ ഒരു പേന മേടിക്കുക, അല്ലെങ്കിൽ ഒരു ചെരുപ്പ് അല്ലെങ്കിൽ വാച്ചാണെങ്കിൽ ലോകത്തിലെ കമ്പനിയുടെ നോക്കിയിട്ടാണ് മേടിക്കുക. ഈ പച്ചക്കറി വെക്കുമ്പോൾ ഏറ്റവും വാടി കൊളിച്ച ഏറ്റവും വില കുറഞ്ഞതാണ് ഏത് പിടിയെന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ സമൂഹം കൂടി ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് ഇൻവോൾവ് ആയെങ്കിലാണ് കർഷകനെ പിടിച്ചു നിൽക്കാൻ ശരിക്കും ശരിയാണ്. ഏറ്റവും കൂടുതൽ സുധീഷിനോട് പറയാം. സുധീഷ് അവിടെ ശാസ്ത്രീയമായ രീതിയിൽ പോലും കൃഷി ചെയ്യുന്നതാണ്. അതിലേതെങ്കിലും ഒന്ന് നമ്മുടെ കേരളത്തിലേക്ക് അനുവർത്തിക്കേണ്ടതായ ഒരു രീതി തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഹൈഡ്രോപോണിക്സ് തന്നെ നമുക്ക് എടുക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തൊഴിലാളികൾക്ക് വേതനം വളരെ കൂടുതലാണെന്ന് പറയുന്നു ഇവിടെ കേരളത്തിൽ. പക്ഷെ അതൊക്കെ ശരിക്കും ആ വേതനം മാത്രമല്ല, ഇവിടെ ഹാർഡ് വർക്കും അധ്വാനം കുറയ്ക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് നമ്മുടെ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. മണ്ണില്ലാത്ത കൃഷി ഞങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് അവിടെ, മണ്ണില്ലാത്ത കൃഷി. അപ്പോൾ ഇവിടെ സബ്സിഡിയൊക്കെ കേരള സർക്കാർ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ കൃഷിക്കാർക്ക് അധ്വാനം ഉണ്ടാവില്ല. അതൊക്കെ സാധാരണത്തിൽ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഒരു ടാങ്കിൽ നമുക്ക് ആ ചെടികൾക്ക് വേണ്ട ന്യൂട്രീഷൻസ് ടാങ്കിലാണ് കൊടുക്കുന്നത് നമ്മൾ. അപ്പോൾ ആ ടാങ്കിൽ കൊടുക്കുന്ന വെള്ളം സർക്കുലേറ്റ് ചെയ്തിട്ട് ചെടികളുടെ വേരിൻ്റെ കടയിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ മറ്റേ പുറത്തെ കൃഷി പോലെ പറമ്പിൽ കളക്കിയപ്പോഴേക്കും ഒന്നും വേണ്ട, വളം നല്ല സമയത്തിന് ആ ടാങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ ചിലവും കുറേ നമുക്ക് എന്താ പറയുക, ആദ്യത്തെ ഒരു ചിലവ് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാം തക്കാളി, പച്ചമുളക്, വഴുതനങ്ങ എല്ലാതും ഒരുവിധം ഞങ്ങളെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. വാഴ കൃഷി വരെ അതിലോട്ട് ചെയ്യുന്നു. വാഴ വെച്ചാൽ ഈ കൊടുക്കുന്ന വെള്ളത്തിൽ നിന്ന് നമ്മൾ ഒരു കണക്ഷൻ ഡ്രിപ്പ് ഇറിഗേഷനായിട്ട് കൊടുത്ത് ഇതിലോട്ട് കൊടുത്ത് വാഴ ഇപ്പോൾ നമ്മൾ വാഴ പറയുമ്പോൾ നേന്ത്ര ചെയ്യുന്നുണ്ട്, ഞാലിപ്പൂവൻ കൊണ്ടുപോയി പരീക്ഷിച്ച് നോക്കി, പൂവൻ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ പച്ചക്കറികളും ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് അധ്വാനം കുറയ്ക്കുകയും ചെയ്യാം, ഒപ്പം നമുക്ക് തൊഴിൽ ഈ വേതനം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. പ്രൊഡക്ഷൻ കൂട്ടാനും പറ്റും. അതാണ് ടെക്നോളജി പരമായിട്ട്. അതുപോലെ ഇപ്പോഴത്തെ വരുന്ന ജനറേഷൻ വരുന്ന കുട്ടികൾക്ക് ഇത് നല്ലൊരു അനുഭവമായിരിക്കും. ഏറ്റവും മികച്ച രീതിയിലേക്കാവട്ടെ നമ്മുടെ കൃഷിയുടെ യാത്ര, പുതിയ രീതികൾ അവലംബിക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ആദ്യത്തെ ആവശ്യമാണ് ഭക്ഷണം. അത് വിഷമില്ലാതെ നമ്മുടെ നാട്ടിൽ തന്നെ സ്വയം ഉൽപ്പാദിപ്പിച്ച് ഓരോ വീട്ടിലും സ്വയം പര്യാപ്തമായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്വയം പര്യാപ്തമായി. ഇത് ആർക്കും അറിയാതെയല്ല, ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സമൂഹം മുഴുവനായി ചിന്തിച്ചാൽ മാത്രമേ നല്ലത് കഴിക്കണം, നല്ല രീതിയിൽ കൃഷി ചെയ്യണം, നമുക്കുള്ളതും ഉൽപ്പാദിപ്പിക്കണം എന്ന രീതിയിൽ ചിന്തിച്ചാൽ ഒരു മാറ്റം ഉണ്ടാവട്ടെ. നേരത്തെ പറഞ്ഞ പോലെ 1 മണിക്കൂറിൽ അവസാനിപ്പിക്കാവുന്ന വിഷയമല്ല. അതിനുവേണ്ടി പറയാൻ പ്രാഗൽഭ്യമുള്ള 3 വ്യക്തികളാണ്. പ്രത്യേകിച്ച് മുൻ കൃഷിമന്ത്രി ശ്രീ വി എസ് സുനിൽകുമാർ നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിന് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പോലും ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ച മുൻ കൃഷിമന്ത്രി ശ്രീ വി എസ് സുനിൽകുമാർ, അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ വടക്കുംചേരി, കർഷകനായ ഉണ്ണികൃഷ്ണൻ വടക്കുംചേരി, വിദേശത്തും കൃഷി ചെയ്ത് വിജയിച്ച ഗുരുവായൂർ ഗിന്നസ് സുധീഷ് കുമാർ, ഡോക്ടർ സുധീഷ് ഗുരുവായൂർ, ഗിന്നസ് സുധീഷ് ഗുരുവായൂർ, അദ്ദേഹത്തിനും 3 പേർക്കും ഹൃദയം നിറഞ്ഞു നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.